ഇബാദത്തിന് അനുസരണം എന്ന അർത്ഥം ജമാഅത്തെ ഇസ്ലാമിക്ക് മുമ്പ് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ജമാഅത്തെ ഇസ്ലാമി തൗഹീദിൽ പിഴച്ചവരാണെന്ന് മുജാഹിദുകൾ പറയുന്നു. നിങ്ങൾ എന്തു പറയുന്നു? ഇതോടനുബന്ധിച്ച് മറ്റൊരു ചോദ്യം, ഇബാദത്തിന്റെ അർത്ഥവുമായി ബന്ധപ്പെട്ടാണ് ഈ ചോദ്യം. ഷെയ്ഖ് സാഹിബ് അബദ എന്ന വാക്കിന് അടിമയായി എന്ന അർത്ഥം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അബുദ എന്നതിന്റെ അർത്ഥമാണത്. അബദക്ക് ആരാധിച്ചു എന്ന് മാത്രമേ അർത്ഥം ഉള്ളൂ. വിശദീകരിക്കാമോ? ഇബാദത്ത് അല്ലെങ്കിൽ അബദ എന്ന പദത്തിന് ഇബാദത്തിന് അനുസരണം എന്ന അർത്ഥം ജമാഅത്തെ ഇസ്ലാമിക്ക് മുമ്പ് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. അറിയപ്പെടുന്ന ലോകത്തെ എല്ലാ പ്രമുഖരായ ഖുർആൻ വ്യാഖ്യാതാക്കളും ഇബാദത്തിന് അനുസരണം, ആരാധന, അടിമവേള എന്നീ അർത്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ മുജാഹിദ് പണ്ഡിതന്മാരും 1970 വരെ പറഞ്ഞിരുന്നു. ഈ പുളിക്കൽ സ്വദേശിയായ പുളിക്കൽ താമസിച്ചുകൊണ്ടിരുന്ന മർഹൂം PK മൂസ മൗലവി സാഹിബും മുഹമ്മദ് അമാനി മൗലവി സാഹിബും അലി മൗലവി സാഹിബും കൂടി എഴുതിയ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥത്തിൽ അവർ പറഞ്ഞു, ഭാഷാർത്ഥം നോക്കുമ്പോൾ താഴ്മ കാണിക്കൽ, ഭക്തി അർപ്പിക്കൽ, കീഴ്പ്പെടൽ, അനുസരിക്കൽ, അടിമവേല ചെയ്യൽ, ആരാധിക്കൽ, പുണ്യം ചെയ്യൽ എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളിൽ സന്ദർഭോചിതം ഇബാദത്ത് എന്ന പദം വരാവുന്നതാണ്. വിശുദ്ധ ഖുർആൻ വിവരണം 2ാം പകുതി വാള്യം 2 967 പേജ് 15. ഈ 3 പ്രമുഖരായ മുജാഹിദ് പണ്ഡിതന്മാർ അവർ മുമ്പ് ഇമാം ഇബ്നു അബ്ബാസ് റയീസുൽ മുഫസ്സിരീനായി അറിയപ്പെടുന്ന ഇബ്നു അബ്ബാസ് മുതൽ ഖുർത്തുബി, റാസി തുടങ്ങി ലോകത്തെ എല്ലാ പ്രമുഖരായ പണ്ഡിതന്മാരും ഇബാദത്തിന് അനുസരണമെന്നും അടിമവേല എന്നും അർത്ഥം പറഞ്ഞിട്ടുണ്ട്. അബദ എന്നതിൽ നിന്നുണ്ടാകുന്ന മസ്ദറിന് അടിമവേല എന്ന്, ഉബൂദിയത്ത് എന്ന് പ്രമുഖരായ പണ്ഡിതന്മാർ മുഴുവൻ പറഞ്ഞിട്ടുണ്ട്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹിയുടെ പുസ്തകത്തിന്റെ പേര് തന്നെ അൽ ഉബൂദിയത്ത് എന്നാണ്. അബദയിൽ നിന്ന് എങ്ങനെ ഉബൂദിയത്ത് ഉണ്ടായി എന്നും അതിന്റെ ഉദ്ദേശം എന്താണെന്നാണ് ആ ഗ്രന്ഥത്തിൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി വിശദീകരിക്കുന്നത്. ആ ഗ്രന്ഥത്തിന്റെ പേര് തന്നെ അൽ ഉബൂദിയത്ത്. അതുകൊണ്ടാണ് അതിന്റെ 112ാമത്തെ പേജിൽ അതിന്റെ 3ാമത്തെ പാരഗ്രാഫ് ആരംഭിച്ചത് ഇദാ കാന അബ്ദൻ ലിഗൈരില്ലാഹി യകൂനു മുശ്രികൻ എന്ന് പറഞ്ഞു. ആരെങ്കിലും അല്ലാഹു അല്ലാത്തവന്റെ അടിമയായി തീർന്നാൽ അയാൾ മുശ്രിക്കാവും എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് ആരംഭിക്കുന്നത്. പക്ഷെ ഇതിനെ 1970 മുതൽ കേരളത്തിലെ മുജാഹിദ് സഹോദരന്മാർ ഇബാദത്തിന് അനുസരണം, അടിമവേല എന്ന അർത്ഥം ഇല്ല എന്ന് പറയുവാൻ തുടങ്ങി. അതുകൊണ്ട് സംഭവിച്ചെന്താണെന്ന് ചോദിച്ചാൽ നിരന്തരമായി അവർക്ക് കള്ളം പറയേണ്ടി വരും. നിരന്തരമായി കള്ളം പറയേണ്ടി വരും. അതുകൊണ്ട് ഈ കാര്യം ചെറിയ വിശദീകരിക്കേണ്ടത്. കാരണം തൗഹീദിൽ എന്റെ മുജാഹിദ് സുഹൃത്തുക്കൾക്ക് പിഴവ് പറ്റിയിട്ടുണ്ട്. മുജാഹിദ് സുഹൃത്തുക്കൾ തൗഹീദിൽ പറ്റിയ പിഴവ് തിരുത്തേണ്ടതുണ്ട്. തൗഹീദ് അവരുടെ വശമുള്ള തൗഹീദ് ഭാഗികമായി വെട്ടിമുറിച്ചതാണ്, ഒരു കഷ്ണമേ ഉള്ളൂ. അതുകൊണ്ട് പൂർണ്ണമായ തൗഹീദ് മുജാഹിദ് സുഹൃത്തുക്കൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അത് ഉൾക്കൊള്ളണമെങ്കിൽ ഇബാദത്തിന്റെ അർത്ഥം പൂർണ്ണമായി ഉൾക്കൊള്ളേണ്ടതുണ്ട്. അതിനാൽ 1970 മുതൽ അവർ ഉണ്ടാക്കിയ, ചെയ്തു വെച്ച ഈ കൃത്രിമങ്ങളെല്ലാം, ഈ വ്യാജ ആരോപണങ്ങളും കള്ളപ്രചരണങ്ങളും അവർ തിരുത്തേണ്ടതുണ്ട്. എന്താ സംഭവിച്ചത് ഒന്ന് പറയും. ബഹുമാന്യനായ മർഹൂം ഉമർ മൗലവി സാഹിബ് ഇബാദത്തിന് അനുസരണം എന്ന അർത്ഥം വെക്കൽ ശരിയാകുമോ എന്ന് ഞാൻ പരിശോധിക്കാൻ തുടങ്ങി. വളരെയധികം പണ്ഡിതന്മാരുമായി ചർച്ച ചെയ്തു. വളരെയധികം ഗ്രന്ഥങ്ങൾ പരിശോധിച്ചു. സർവാംഗീകൃതമായ ലിസാൻ അറബി എന്ന മഹാ ഡിക്ഷണറി അന്ന് കേരളത്തിൽ എവിടെയും ഉണ്ടായിരുന്നില്ല. ഉമറാബാദിൽ പോയി അതും നോക്കി. അവസാനം എനിക്ക് അങ്ങേയറ്റം ബോധ്യപ്പെട്ടു, അനുസരണം എന്ന് ഇബാദത്തിന് അർത്ഥം വെക്കാൻ പറ്റുകയില്ല. മെയ് 20, 1996. ലിസാനുൽ അറബി കേരളത്തിലെ പ്രമുഖമായ ഏതാണ്ട് എല്ലാ അറബി കോളേജുകളിലുണ്ടോ, ഫാറൂഖ് കോളേജ് പോലെ സ്ഥാപനങ്ങളുണ്ട്. അറബി ഭാഷ അറിയുന്ന ഏതെങ്കിലും മുജാഹിദ് സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ലിസാനുൽ അറബ് ഒന്ന് നോക്കുക. അതിൽ നിങ്ങൾക്ക് അൽ ഇബാദത്തു അസ്സായ എന്ന് നേരെ അങ്ങ് കാണുവാൻ. ബഹുമാന്യനായ ഉമർ മൗലവി സാഹിബിന് അറബി അറിയയില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയില്ല. അദ്ദേഹത്തിന് ഇനി വായിക്കാൻ തിരികയില്ല എന്ന് മനസ്സിലാവുകയും വിശ്വസിക്കുകയില്ല. എന്നിട്ട് എന്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്? ലിസാൻ അറബിയുടെ ലോക പ്രശസ്തമായ ഡിക്ഷണറി, ആ നിഘണ്ടു ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇവിടുത്തെ സെലക്ട് യൂണിവേഴ്സിറ്റിയിലുണ്ടോ, അതൊന്ന് പോയി നോക്കിയാൽ പോലെ അതിനുണ്ട്. അപ്പോൾ എന്തിനാണ് എന്റെ പ്രിയപ്പെട്ട മുജാഹിദ് സുഹൃത്തുക്കൾ, പണ്ഡിതന്മാർ എന്തിനാണ് ഈ കള്ളം പറഞ്ഞത്? ഇതാണ് ഒരു ചോദ്യം. പിന്നെ നോക്കുമ്പോൾ അദ്ദേഹം ഇബാദത്ത് എന്ന പദത്തിന് അടിമത്തം, ദാസ്യവൃത്തി എന്ന അർത്ഥമില്ല. വീണ്ടും വലിയ ഇബാദത്തിന് അനുസരണം, അടിമത്തം, ആരാധന ഇങ്ങനെ
ഏറ്റവും വലിയ വിലക്കണം. ആ മൂന്നർത്ഥവും തൗഹീദിൽ പരിഗണിക്കുന്നത് ഭയങ്കര വിലക്കണം. തൗഹീദിൽ അറബിയും അറിഞ്ഞുകൂടാ, ഇസ്ലാമിന്റെ തൗഹീദും അറിഞ്ഞുകൂടാ. അപ്പോൾ ഇബാദത്ത് എന്ന പദത്തിന് അനുസരണം അടിമവേല എന്നർത്ഥം പറഞ്ഞതുകൊണ്ട് അറബി അറിയില്ല, തൗഹീദും അറിയില്ല. അപ്പോൾ നമ്മുടെ മർഹൂം പി കെ മുസമ്മദ് അറിയില്ലേ, എ അലിമാലേക്ക് അറിയില്ലേ, മുഹമ്മദ് അമാനി പോലേക്ക് അറിയില്ലേ, കേരളത്തിലെ മുജാഹിദുമാർക്കൊന്നും അറിയാമായിരുന്നില്ലേ? എന്റെ പ്രിയപ്പെട്ട മുജാഹിദ് സുഹൃത്തുക്കളോട് വളരെ വിനയപൂർവ്വം പറയുന്നു, തൗഹീദിൽ വരുത്തി കൃത്രിമം തിരുത്തുക തമ്മിലാണ്. ഇത് നിസ്സാരമായ കാര്യമാണ്. ഇബാദത്തിന്റെ അർത്ഥം വെട്ടി മുറിച്ച് കൃത്രിമം കാണിച്ചിരിക്കുന്നു, തിരുത്തണം. ഇതാണ് പറയാൻ. ഇത് നിങ്ങളൊക്കെ പൂർവികരായ പണ്ഡിതന്മാർ ആരും പറഞ്ഞില്ല എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത്. അല്ലാഹുവല്ലാത്തവർക്ക് അടിമവേല ചെയ്യൽ ശിർക്കാണെന്ന് ജമാഅത്തെ ഇസ്ലാമി വാദിക്കുന്നു. അതിന് ഇസ്ലാമില്ലാത്തൊരു പുതിയ വാദമാണെന്ന് ഞങ്ങൾ പറയുന്നു. ചരിത്രത്തിൽ പുസ്തകം 3 ലക്കം 3 പേജ് 40. വീണ്ടും പറയാം, അല്ലാഹുവല്ലാത്തവർ അനുസരിക്കലും അല്ലാഹുവല്ലാത്തവർക്ക് അടിമവേല ചെയ്യൽ ശിർക്കാണെന്ന് ലോകത്ത് ആരും പറഞ്ഞിട്ടില്ല. മൗദൂദ് സാഹിബ് കഥ പറഞ്ഞതാണ്. അത് അല്ലാഹുവല്ലാത്തവർക്ക് അനുസരിക്കലും അല്ലാഹുവല്ലാത്തവർക്ക് അടിമവേല ചെയ്യൽ ശിർക്കാണെന്ന് ലോകത്ത് ആരും പറഞ്ഞിട്ടില്ല. മൗദൂദ് സാഹിബ് കഥ പറഞ്ഞതാണ് എന്ന് ബഹുമാന്യനായ ഉമർ മൗലവി സാഹിബ് ചരിത്രത്തിൽ പുസ്തകം 8 ലക്കം 4 പേജ് 9. എന്നാൽ അതേ ഉമർ മൗലവി സാഹിബ് പറയുന്നു, ഇമാം റാസി അവറുകൾ എന്ത് ചെയ്തിരിക്കുന്നു, ഇങ്ങനെ അർത്ഥം പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം മഹാപണ്ഡിതൻ, അദ്ദേഹം. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിക്കാർ ഇബാദത്തിന് അനുസരണം എന്ന അർത്ഥം ഉറപ്പിക്കാൻ ഏറ്റവും വലിയ പ്രമാണമായി എടുത്തു കാണിക്കുന്ന ഇമാം റാസിയുടെ വാക്കുകളാണ്. അങ്ങനെയുള്ള ചില അബദ്ധങ്ങൾ ഇമാം അവറുകൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം വലിയ മഹാൻ തന്നെ, പക്ഷെ ഈ പറഞ്ഞത് മഹാതെറ്റാണ്. അപ്പൊ ഇമാം റാസി പറഞ്ഞിരിക്കുന്നു എന്ന് ഉമർ മൗലവി സാഹിബ് 1972 എഴുതി. 1972 ഇമാം റാസി ഇബാദത്തിന് അനുസരണമെന്ന് ഇമാം റാസി അർത്ഥം പറഞ്ഞിട്ടുണ്ടെന്ന് 1972 എഴുതി. പക്ഷേ പിന്നീട് അദ്ദേഹം തന്നെ എഴുതുന്നു, അങ്ങനെ ആരും ലോകത്തെ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് അതേപോലെ തന്നെ സെൽസിന്റെ 98 നവംബർ ലക്കത്തിലെ കസ്റ്റമർ. ഇത് അദ്ദേഹം പറഞ്ഞ ഇമാം ഖുർത്തുബി മഹാൻ തന്നെ, പക്ഷേ അടിമത്തം എന്ന അർത്ഥം പറഞ്ഞത് സ്വീകാര്യമല്ല. നിരുപാധികമായ അനുസരണം അല്ലാഹുവിൽ മാത്രം എന്ന അർത്ഥവും ഇബാദത്തിന് പറഞ്ഞുകൂടാ. നിങ്ങൾ അപ്പൊ ഇമാം ഖുർത്തുബി പറഞ്ഞപ്പോൾ പറഞ്ഞ ഖുർത്തുബി മഹാൻ തന്നെയാണ്, പക്ഷെ ഇബാദത്തിന് അടിമവേല എന്ന അർത്ഥം പറഞ്ഞു, അനുസരണം എന്ന അർത്ഥം പറഞ്ഞ തെറ്റാണ്. വീണ്ടും മുസ്ലിം ലോകം ഇമാമുൽ മുഫസ്സിരീൻ എന്ന ആദരണീയ സ്ഥാനം നൽകി സ്വീകരിച്ച മഹാപണ്ഡിതനും ഖുർആൻ വ്യാഖ്യാതാവുമാണ് ഇമാം ഇബ്നു ജരീർ തുബരി. അദ്ദേഹത്തിന് ഇബാദത്തിന്റെ അർത്ഥകൽപ്പനയിൽ പിശക് പറ്റിയിട്ടുണ്ട്. ഇദ്ദേഹം തന്നെ പറയുന്നു, എന്താ പറയുന്നത്, ഇമാമുൽ മുഫസ്സിരീനാണ് മുസ്ലിം ലോകത്ത് അദ്ദേഹം. അദ്ദേഹത്തിന് വലിയ പണ്ഡിതനാണ്, പക്ഷെ ഇബാദത്തിന്റെ അർത്ഥത്തിൽ തെറ്റ് പറ്റിയിട്ടുണ്ട്. തിരില്ല, സൗദി അറേബ്യയിൽ 50-ൽ പരം അറിയപ്പെട്ട മഹാപണ്ഡിതന്മാർ ചേർന്ന് തയ്യാറാക്കിയതെന്ന് പ്രസ്താവിക്കപ്പെടുന്ന ഒരു പാഠപുസ്തകത്തിൽ ഇബാദത്തിന് അർത്ഥം നൽകിയ തെറ്റാണെന്ന കാര്യം തെര്യപ്പെടുത്തുന്ന ഒരു വിയോജനക്കുറിപ്പ് അറബിയിൽ ഞാൻ തയ്യാറാക്കി അച്ചടിച്ച് ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലേക്കും മറ്റും അയച്ചു കൊടുത്തിരിക്കുകയാണ്. അതിന്റെ ഒരു കോപ്പി ഈ വിമർശകരും അയക്കുന്നു. അപ്പൊ സൗദി അറേബ്യയിലെ 50 പണ്ഡിതന്മാർ എഴുതി പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ ഇബാദത്തിനോട് അർത്ഥം അനുസരണത്തിന് തെറ്റി, അടിമേൽ അർത്ഥം കൊടുത്ത് തെറ്റി, ഇവിന്റെ സെർവിക്ക് തെറ്റി, റാഷിക്ക് തെറ്റി, ഖുർത്തുബിക്ക് തെറ്റി, ഇബിൻ തൈമിയ്യക്ക് തെറ്റി, മുഹമ്മദ് അബ്ദുൽ വഹാബിന് തെറ്റി, അതുപോലെ പി കെ മുസ്തഫയ്ക്ക് തെറ്റി, അമാനി മൗലവിക്ക് തെറ്റി, അതുപോലെ തന്നെ അലിമാലയ്ക്ക് തെറ്റി. പിന്നെ ഞാൻ ശരിയായി. അപ്പൊ ഈ ലോകത്തിലെ മുഴുവൻ പണ്ഡിതന്മാർക്ക് ഇബാദത്തിന് അർത്ഥം പറ്റി, തൗഹീദിൽ പിഴച്ചു. കേരളത്തിലെ മുജാഹിദ് പണ്ഡിതന്മാരുടെ പ്രമുഖരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ തെറ്റി. ഇനി ആർക്കാ ശരിയായി? അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുക എന്ന അജണ്ട നടപ്പാക്കാൻ വേണ്ടി ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ആശയത്തെ, തൗഹീദിനെ, അതിന്റെ മൗലികമായ പ്രമാണത്തെ, ആ പ്രമാണത്തെ പ്രയാസത്തിൽ അല്ലാഹുവിൽ മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ എന്ന ഇബാദത്തിന്റെ അർത്ഥത്തെ തെറ്റായി വളരെ കൃത്രിമമായി അവതരിപ്പിച്ചുകൊണ്ട് വഴിപഠിപ്പിക്കുന്ന ഈ സമ്പ്രദായം എന്റെ മുജാഹിദ് സുഹൃത്തുക്കൾ നിർത്തണമെന്ന് വളരെ വിനയപൂർവ്വം അല്ലാഹുവിന്റെ പേരിൽ, അവന്റെ ദീനിന്റെ പേരിൽ ആവശ്യപ്പെടുന്നു. ഇത് തൗഹീദിന്റെ പ്രശ്നമാണ്. തൗഹീദ് മുജാഹിദ് സുഹൃത്തുക്കൾ തെറ്റുപറ്റിയിരിക്കുന്നു, അബദ്ധം സംഭവിച്ചിരിക്കുന്നു. അവർ ബോധപൂർവ്വം ചെയ്ത അബദ്ധമാണെങ്കിൽ ആ ബോധപൂർവ്വം ചെയ്ത വലിയ തെറ്റാണ് എങ്കിൽ പശ്ചാത്തലിക്കാം. ബോധപൂർവ്വമല്ല എങ്കിൽ തെറ്റി തിരുത്താം. എന്നാലും ശരി, ഇബാദത്തിന്റെ അർത്ഥവിശകലനത്തിൽ എന്റെ മുജാഹിദ് സുഹൃത്തുക്കൾക്ക് വമ്പിച്ച അബദ്ധം സംഭവിച്ചിരിക്കുന്നു, വലിയ പ്രശ്നം പറ്റിയിരിക്കുന്നു. അതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെയൊക്കെ മാറ്റി പറയേണ്ടി വന്നത്, കള്ളം പറയേണ്ടി വന്നത്. ഇനി അവസാനിക്കുന്നില്ല, സമയക്കുറവ് മാത്രം. ഇത് ബഹുമാന്യനായ അതേ ഉമർ മൗലവി സാഹിബ് എഴുതിയ അച്ചടിച്ചൊരു നോട്ടീസാണ്. ഇത് പറയുന്നത് തഫ്സീർ ഖുർത്തുബിയിൽ നിന്ന് ഉദ്ധരിച്ചതിൽ അനുസരണം എന്ന അർത്ഥം മാത്രമേ വെല്ലുന്ന
അറിയാം. ഇയ്യാക്ക നഅ്ബുദു എന്നതിന് അനുസരണം എന്ന അർത്ഥം ആര് പറഞ്ഞു? ഇമാം ഖുർത്തുബി പറഞ്ഞു. അടിമത്തവും ആരാധനയും അദ്ദേഹം പറഞ്ഞിട്ടില്ല. കെശാഫിൽ നിന്ന് ഉദ്ദേശിച്ചത് അടിമത്തമോ അടിമവേല മാത്രമേ ഉള്ളൂ, അനുസരണം ആരാധനയും ഇല്ല. ഹാസിനിൽ നിന്ന് ഉദ്ദേശിച്ചത് അനുസരണം മാത്രമേ ഉള്ളൂ, അടിമത്തവും ആരാധനയും ഇല്ല. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ അൽ-ഉബൂദിയ്യത്ത് എന്ന ഗ്രന്ഥത്തിൽ ഉദ്ദേശിച്ചത് അല്ലാഹുവല്ലാത്തവർക്ക് അടിമപ്പെടാനേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ വ്യത്യസ്തരായ ഖുർആൻ വ്യാഖ്യാതാക്കളെല്ലാം അവർ ഇയ്യാക്ക നഅ്ബുദു വരെ പറഞ്ഞു. അല്ലാഹുവേ നിനക്ക് മാത്രമേ അനുസരിക്കാവൂ, നിനക്ക് മാത്രമേ അടിമയാവൂ. ചില ആളുകൾ അനുസരിക്കാവൂ എന്ന് പറഞ്ഞു. അപ്പൊ എ പറഞ്ഞു ഇയ്യാക്ക നഅ്ബുദു, അല്ലാഹുവേ നിന്നെ മാത്രമേ അനുസരിക്കാവൂ. ബി എന്ന മുഫസ്സിർ പറഞ്ഞു അല്ലാഹുവേ നിനക്ക് മാത്രമേ അടിമ ചെയ്യാവൂ. സി എന്ന ആൾ പറഞ്ഞു നിനക്ക് മാത്രമേ ആരാധന ചെയ്യാവൂ. അപ്പോൾ ഡി എന്ന ഇന്നോളം ഖുർആൻ പണ്ഡിതന്മാരെയും വ്യാഖ്യാതാക്കളും പഠിച്ച സയ്യിദ് അബ്ദുൽ അലാ മൗദൂദി എന്ന ഡി എന്ന ഖുർആൻ മുഫസ്സിർ പറഞ്ഞു എ പറഞ്ഞതും ബി പറഞ്ഞതും സി പറഞ്ഞതും ഒന്നിച്ച് ചേർത്തുകൊണ്ട് പറഞ്ഞു നിന്നെ മാത്രമേ ആരാധിക്കാവൂ, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, നിന്നെ മാത്രമേ ഞങ്ങൾ അനുസരിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ അടിമയുള്ളൂ. അതിനാൽ ഇന്നോളമുള്ള ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞ എല്ലാ ആശയങ്ങളെയും അതിമനോഹരമായി അവതരിപ്പിക്കുകയാണ് സയ്യിദ് മൗദൂദി ചെയ്തത്. അദ്ദേഹത്തോട് നിങ്ങൾക്ക് വെറുപ്പുണ്ടെങ്കിലും തൗഹീദ് കൈയൊഴിക്കരുത്, അദ്ദേഹത്തോട് നിങ്ങൾക്ക് വെറുപ്പുണ്ടെങ്കിലും ഇബാദത്തിനർത്ഥം തെറ്റിക്കരുത്, തൗഹീദ് പരക്കരുത്. തൗഹീദ് ഉണ്ടായ പഴവന്റെ വികാസങ്ങൾ തിരുത്താം, അബദ്ധം തിരുത്താം, വെട്ടിച്ചുരുക്കിയ ഭാഗികമായ തൗഹീദ് വരെ സമ്പൂർണ്ണ തൗഹീദ് അംഗീകരിക്കാമെന്ന് വളരെ വിനയപൂർവ്വം ദീൻ ഇസ്ലാമിന്റെ പേരിൽ എന്റെ മുജാഹിദ് സുഹൃത്തുക്കളോട് അഭ്യർത്ഥിക്കുകയാണ് ആവശ്യപ്പെടുന്നത്. നിലവിലുള്ള മുസ്ലിം സമുദായത്തിലെ ജീർണതയ്ക്കെതിരെ തൗഹീദ് തുറന്നു പറയാതെ സോപ്പിടൽ നയം സ്വീകരിക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചല്ലേ? സമാനമായ ഒരു ചോദ്യം കൂടി ഉണ്ട്. വിശാലതയെ ജമാഅത്ത് അംഗീകരിക്കാത്തത് കൊണ്ടല്ലേ ഇസ്ലാഹി പ്രസ്ഥാനം സമഗ്രമായ ഇസ്ലാമല്ല പ്രബോധനം ചെയ്യുന്നത് എന്ന് പറയുന്നത്? വിശദീകരണം പ്രതീക്ഷിക്കുന്നു. ഇസ്ലാമിക പ്രസ്ഥാനം മുസ്ലിം സമൂഹത്തിൽ രാഷ്ട്രീയ താൽപര്യം വെച്ചു പുലർത്തുന്നത് കൊണ്ടല്ലേ അവരുടെ വിശ്വാസപരമായ ജീവനതകളെ ചെറുക്കാത്തത്, എതിർക്കാത്തത് എന്നതാണ് ഒരു ചോദ്യം. മറ്റൊന്ന്, മുജാഹിദ് പ്രസ്ഥാനം ഇസ്ലാമിന്റെ സമഗ്രതയെ പ്രബോധനം ചെയ്യുന്നില്ല എന്ന് ജമാഅത്ത് പറയുന്നത് വിശാലത ഇല്ലാത്ത സങ്കുചിതമായ കാഴ്ചപ്പാട് കൊണ്ടല്ലേ? ഈ രണ്ടാമത്തെ വിഷയത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ഇസ്ലാമിന്റെ സമഗ്രതയാണ് പ്രബോധനം ചെയ്യുന്നത് എന്ന് അവർ പോലും പറയുന്നില്ലല്ലോ. അവർ പറയുന്നുണ്ടെങ്കിൽ അവർ നിരാകരിക്കാൻ പ്രശ്നമുള്ളൂ. അവർ പറയുകയാണ് ഞങ്ങൾ ഇസ്ലാമിനെ സമഗ്രമായിട്ടാണ് പ്രബോധനം ചെയ്യുന്നത്, സമ്പൂർണ്ണ ഇസ്ലാമിനെയാണ് ഞങ്ങൾ പ്രബോധനം ചെയ്യുന്നത് എന്ന് മുജാഹിദ് സുഹൃത്തുക്കൾ പറയുകയാണെങ്കിൽ ഒരുപാട് സമയം നമുക്ക് ലാഭിക്കാൻ കഴിയും, ഒരുപാട് ഊർജ്ജം നമുക്ക് ലാഭിക്കാൻ കഴിയും. അത് അംഗീകരിക്കുന്ന ഇസ്ലാമിക പ്രസ്ഥാനത്തിന് സന്തോഷമല്ലാതെ യാതൊരു പ്രശ്നമില്ല. അത്തരം യാതൊരുവിധ സങ്കുചിതമായ കാഴ്ചപ്പാട് ജമാഅത്ത് ഇസ്ലാമിക്കില്ല എന്ന് മാത്രമല്ല, അത്തരം സങ്കുചിതമായ കാഴ്ചപ്പാട് നമ്മളെ സ്വർഗത്തിലേക്കെല്ലാം എത്തിക്കുക, നരകത്തിലേക്കാണ് എത്തിക്കുക. അപ്പോൾ മുജാഹിദ് പ്രസ്ഥാനം ആരംഭത്തിൽ വാദിക്കുന്നുണ്ടോ എന്നതാണ് ആദ്യം പറയേണ്ടത്. ഇസ്ലാം സമഗ്രമായ ജീവിത വ്യവസ്ഥയാണ് എന്ന് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം വാദിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിലേ ഉള്ളൂ ആ ചോദ്യത്തിന് പ്രസക്തിയുള്ളൂ. അങ്ങനെ വാദിക്കുന്നില്ല. ഇസ്ലാം കേവലം ആധ്യാത്മികവും ആരാധനാപരവും അനുഷ്ഠാനപരവുമായ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ആത്മീയ മതവ്യവസ്ഥ മാത്രമാണ്. അത് മാത്രമേ ഇസ്ലാമിലുള്ളൂ. ആ അർത്ഥത്തിൽ ഇസ്ലാം സമഗ്രമാണ്, സമ്പൂർണ്ണമാണ് എന്നതാണ് അവർ വാദിക്കുന്നത്. അതിന് ആധ്യാത്മിക രംഗത്ത് ഇസ്ലാം സമഗ്രമാണ്, സമ്പൂർണ്ണമാണ്. ഇസ്ലാം ഒരു ആദർശം, ഒരു ജീവിത വ്യവസ്ഥ എന്ന നിലയ്ക്ക് സമഗ്രമാണ്, സമ്പൂർണ്ണമാണ് എന്ന് വാദിക്കുന്നുണ്ടോ എന്നത് ഇനിയും അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യമാണ്. ഒരു ആത്മീയ വ്യവസ്ഥ എന്ന നിലയ്ക്ക് ഇസ്ലാം സമഗ്രമാണെന്ന് അവർ വാദിക്കുന്നുണ്ട്. പക്ഷേ ആത്മീയ വ്യവസ്ഥ മാത്രമേ ഇസ്ലാമിലുള്ളൂ. അത് ആ അർത്ഥത്തിൽ ഇസ്ലാം സമഗ്രമാണ് എന്നാണ് വാദമെങ്കിൽ അതും ജമാഅത്ത് ഇസ്ലാമിയുടെ വാദം ഒന്നല്ല. ഒരു സമഗ്രമായ ജീവിത വ്യവസ്ഥ എന്ന നിലയ്ക്ക് ഇസ്ലാം സമ്പൂർണ്ണമാണ്, ഒരു ആത്മീയ വ്യവസ്ഥ എന്ന നിലയ്ക്ക് ഇസ്ലാം സമ്പൂർണ്ണമാണ് എന്നതല്ല ഇവിടുത്തെ തർക്കവിഷയം. ഇനി മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സമൂഹത്തിലെ ജീർണതകൾ മറച്ചുവെക്കുക. ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം സമൂഹത്തിലെ ജീർണതകളായി നമുക്കിന്ന് വിശ്വാസപരമായ രംഗത്ത്, മതപരമായ രംഗത്ത്, സാമൂഹ്യ രംഗത്ത് ജീർണതകളുണ്ട്. മതപരമായ രംഗത്തുള്ള ജീർണത ഒന്ന് വിശ്വാസപരമായ, ആചാരപരമായ, അനുഷ്ഠാനപരമായ രംഗത്തുള്ള ജീർണതയാണ്. മറ്റൊന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നത് കർമ്മശാസ്ത്രപരമായ ഫിഖ്ഹി രംഗത്തുള്ള പ്രശ്നങ്ങളാണ്. അവ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന സുപ്രധാനമായ രണ്ട് പ്രശ്നങ്ങൾ. ഒന്ന്, ഈ രൂപത്തിലുള്ള അഖീദയുമായി ബന്ധപ്പെട്ട റസൂൽ ഇസ്തിഗാസ പോലുള്ള അത്തരം ജീർണതകളും മഖബറ, ഖബർദിയ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും. മറ്റൊന്ന് ഫിഖ്ഹി, മദ്ഹബി, കർമ്മശാസ്ത്രപരമായ പ്രശ്നങ്ങൾ. അതിൽ കർമ്മശാസ്ത്രപരമായ പ്രശ്നത്തിലെ നയനിലപാട് ബഹുമാനായ സലാം സാഹിബ് നേരത്തെ ഇവിടെ വ്യക്തമായി സൂചിപ്പിച്ച് വ്യക്തമായി പറയുകയുണ്ടായി. ആ വിഷയത്തിൽ ഇസ്ലാമിക പ്രസ്ഥാന നിലപാട് വിശാലമാണ്. ഇതാരെയും സോപ്പിടാൻ വേണ്ടി പറയുന്നല്ല എന്ന് മാത്രമൊന്നുമല്ല, സാധാരണ മുസ്ലിം സമൂഹം ആ വിഷയത്തിൽ ജമാഅത്ത് ഇസ്ലാമിയെ മുജാഹിദുകളുടെ കൂടെയാണ് ഒടുക്കിയിരിക്കുന്നത്. നമ്മളിനി എവിടെയെങ്കിലും
ഏതാണ്ട് സലഫി സുഹൃത്തുക്കളുടെ അതേ കാഴ്ചപ്പാടാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സുന്നി വിഭാഗങ്ങൾ ജമാഅത്തിനെ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ലോകത്തിലെ കർമ്മശാസ്ത്രപരമായ വിഷയങ്ങളിൽ. കാരണം ജമാഅത്ത് ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം കർമ്മശാസ്ത്രപരമായ വിഷയങ്ങളിൽ നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള കർക്കശമായ നിലപാടില്ല. എന്തുകൊണ്ട് നിലപാടില്ല? അത്തരം ഒരു നിലപാട് രൂപീകരിക്കാൻ അനിവാര്യമല്ല ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ സിദ്ധാന്തങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട് ഞാൻ അതിലേക്ക് വിശദമായി കിടക്കുന്നില്ല. പ്രവാചകന്റെ കാലഘട്ടത്തിലോ സഹാബാക്കളുടെ കാലഘട്ടത്തിലോ താബീകളുടെ കാലഘട്ടത്തിലോ ഇമാമുകളുടെ കാലഘട്ടത്തിലോ ഏകീകരണം ആവശ്യമില്ല എന്ന് തീരുമാനിച്ചിട്ടുള്ള ഒരു മേഖലയാണിത്. ഏകീകരണം ആവശ്യമില്ല. ഏകീകരണം ആവശ്യമുണ്ടെങ്കിൽ പ്രവാചകനെ ഏകീകരിക്കാൻ ശ്രമിക്കുമായിരുന്നു. പ്രവാചകനെ വേണമെങ്കിൽ ഏകീകരിക്കാൻ കഴിയുമായിരുന്നു. വ്യക്തമായിട്ട് ഒരു യാത്രാസംഘം പോകുന്ന വഴിയിൽ വെച്ച് അവർക്ക് ചെയ്ത് നമസ്കരിക്കേണ്ട സമയം വന്നപ്പോൾ വെള്ളമില്ല. അവർ ടൈംബന്ധി നമസ്കരിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ നമസ്കാരത്തിന് സമയം കഴിയുന്നതിന് മുമ്പ് തന്നെ വെള്ളം കിട്ടി. വെള്ളം കിട്ടിയപ്പോൾ അവിടെ തർക്കമുണ്ടായി. ഈ വെള്ളം കിട്ടിയ സ്ഥിതിക്ക് സമയം കഴിയാത്ത സ്ഥിതിക്ക് വീണ്ടും ടൈംബന്ധി നമ്മൾ ചെയ്ത് നമസ്കരിക്കണോ? ഒരു ഭാഗം പറഞ്ഞ് വെള്ളം കിട്ടിയാൽ പിന്നെ ചെയ്യണം, വേറൊരു ഭാഗം പറഞ്ഞ് വെള്ളം കിട്ടിയാൽ ചെയ്യേണ്ടതില്ല. കാരണം സമയത്ത് വെള്ളം കിട്ടിയില്ലല്ലോ. അങ്ങനെ കുറെ പേര് മടക്കി നമസ്കരിച്ചു, കുറെ പേര് മടക്കി നമസ്കരിച്ചില്ല. തിരിച്ചു വന്ന് പ്രവാചകനോട് പറഞ്ഞു, ഇങ്ങനെയാണ് പ്രശ്നം. പ്രവാചകൻ എന്താ പറഞ്ഞത്? മടക്കി നമസ്കരിച്ചവർക്ക് 2 കൂലി, മടക്കി നമസ്കരിക്കാത്തവർക്ക് 1 കൂലി. ഇതാണ് പറഞ്ഞത്. ഇവ പ്രവാചകൻ പ്രത്യക്ഷത്തിൽ 2 പേരെയും അനുകൂലിച്ചു. യഥാർത്ഥത്തിൽ പ്രവാചകൻ ഒരാളെയാണ് അനുകൂലിച്ചിരിക്കുന്നത്. പള്ളികൾക്ക് പോകാത്തത് കൊണ്ട് സഹാബാക്കൾ പള്ളികൾക്ക് പോകാത്തത് കൊണ്ട് അവിടെ തർക്കം അവസാനിച്ചു. പള്ളികൾക്ക് പോയിരുന്നവരാണ് സഹാബാക്കളെങ്കിൽ അവിടെ ചോദിക്കാൻ ഇപ്പോൾ നമസ്കരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെയാണ് പ്രവാചകൻ തത്വത്തിൽ അംഗീകരിച്ച. കാരണം മടക്കി നമസ്കരിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ എന്നതിന്റെ തർക്കം. മടക്കി നമസ്കരിച്ച് ശരിയോ തെറ്റോ എന്നതല്ല തർക്കം. മടക്കി നമസ്കരിക്കേണ്ടത് ആവശ്യമാണോ അല്ലയോ എന്നതാണ് തർക്കം. പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു മടക്കി നമസ്കരിക്കുന്നത് ആവശ്യമല്ല. അവർ കൂടുതൽ നമസ്കരിച്ചോട് വളരെ ഔദാര്യമായി അവർ കുറെ കൂലി കൊടുക്കും. മടക്കി നമസ്കരിക്കൽ അനിവാര്യമായിരുന്നോ എന്നത് അനിവാര്യമല്ല എന്നല്ലേ സഹാബാക്കൾ. പക്ഷേ സഹാബാക്കൾ തർക്കിച്ചില്ല. അത് രണ്ടും ശരിയാണെന്നെങ്കിൽ ഇവിടെ പ്രവാചകൻ ഏകീകരണം ആഗ്രഹിച്ചിരുന്നു. ഈ വിഷയത്തിൽ പ്രവാചകൻ ഏകീകരണം ആഗ്രഹിച്ചിരുന്നു. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് വിഷയങ്ങൾ അനുഭവത്തിലുണ്ട്. പ്രവാചകന്റെ കാലഘട്ടത്തിൽ തന്നെ കർമ്മശാസ്ത്രപരമായ തർക്കങ്ങളുണ്ടായത്. ഉദാഹരണം ഞാൻ കിടക്കുന്നില്ല. പ്രവാചകൻ അത് ഏകീകരിക്കൽ അനിവാര്യമാണ് എന്ന് ചിന്തിച്ചില്ല. സഹാബാക്കൾ അനിവാര്യമാണ് എന്ന് ചിന്തിച്ചില്ല. താബീകൾ അനിവാര്യമാണ് എന്ന് ചിന്തിച്ചില്ല. അവിടെ ഏകീകരണത്തിന് ഇറങ്ങി പുറപ്പെടുക എന്നത് അപ്രായോഗികമാണ്, വിജയിക്കുകയില്ല എന്നതാണ്. 60-70 വർഷം ഏകീകരണത്തിന് ശ്രമിച്ചതിന് ശേഷവും മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇപ്പോൾ ആ വിഷയത്തിൽ തർക്കമാണ്. കുനൂത്തിന്റെ കാര്യത്തിൽ പരസ്പരം തർക്കമാണ്. കൂട്ടപ്രാർത്ഥനയുടെ കാര്യത്തിൽ പരസ്പരം തർക്കമാണ്. മെത്തനത്തിലുള്ള എണ്ണത്തിന്റെ കാര്യത്തിൽ പരസ്പരം തർക്കമാണ്. ബഹുമാനായ ഉമർ മൗലവി തന്നെ പറയുന്നു കുനൂത്തിന്റെ കാര്യത്തിൽ ലോകത്ത് ഒരുപാട് സലഫികൾ കുനൂത്ത് സുന്നത്താണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് അത് അനുഷ്ഠിക്കുന്നത് കൊണ്ട് അത് ബിദ്അത്താണ് എന്ന് തറപ്പിച്ച് പറയാൻ എന്റെ മനസ്സിൽ അനുവദിക്കുന്നില്ല. ഒരു കാര്യം ബിദ്അത്താണ് സുന്നത്താണെന്ന് പറയാൻ ലോക സലഫികൾ അനുഷ്ഠിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതല്ല, ഖുർആനിലുണ്ടോ സുന്നത്തുണ്ടോ എന്നല്ലേ നോക്കട്ടെ. എങ്കിൽ ഒരു ഹനഫി പണ്ഡിതന് പറയാമല്ലോ, ഒരുപാട് ഹനഫികൾ ഒരുപാട് ഷാഫികൾ നൂറ്റാണ്ടുകളായി കുനൂത്ത് സുന്നത്താണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ആചരിക്കുന്നതും അനുഷ്ഠിക്കുന്നത് കൊണ്ട് അത് ബിദ്അത്താണ് എന്ന് തറപ്പിച്ച് പറയാൻ എന്റെ ഷാഫി മനസ്സും അംഗീകരിക്കുന്നില്ല. ഉമർ പോലെയുടെ സലഫി മനസ്സ് അംഗീകരിക്കാത്തതുപോലെ എന്താണ് ഒരു സലഫിയും ഷാഫിയും തമ്മിൽ ഈ വിഷയത്തിൽ വ്യത്യാസം? എന്താണ് വ്യത്യാസം? ഒരു വ്യത്യാസമില്ല. പിന്നെ എങ്ങനെ ഇവർക്ക് ഏകീകരണം സൃഷ്ടിക്കാൻ കഴിയും? അവരുടെ ഉള്ളിൽ പോലും ഈ 65-70 വർഷം അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യങ്ങളൊന്നായി കർമ്മശാസ്ത്രപരമായ ഏകീകരണത്തിന് വേണ്ടി അവർ ഇറങ്ങി പുറപ്പെട്ടിട്ട് ഏകീകരണം നടന്നോ എന്നത് നമ്മുടെ സലഫി സുഹൃത്തുക്കൾ മുജാഹിദ് വളരെ നമ്മുടെ മാത്രമായിട്ട് തർക്കിക്കേണ്ട കാര്യം. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. നിങ്ങളുടെ ഉള്ളിൽ റക്അത്തുകളുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ ഈ ഏകീകരണം ഉണ്ടായിട്ടുണ്ടോ? മടവൂര് പറഞ്ഞത്രേ, നമ്മൾ പരിശോധിച്ചു നോക്കിയപ്പോൾ 21 നമസ്കരിക്കാമെന്ന് കാണുന്നു. അതിനവരുടെ മറുപടിയോ അദ്ദേഹം ഇപ്പോഴാണ് അങ്ങനെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ കാണുന്നത്. അദ്ദേഹം അങ്ങനെ പലതും കാണും. അതൊന്നും നമുക്ക് ബാധകമല്ല എന്നാണ് പറയുന്നത്. മടവൂർ വ്യക്തമായി ചോദിക്കുകയാണ്. ഇത് തന്നെ മഹാനായ ഇബ്നു തൈമിയ്യ പറഞ്ഞിട്ടുണ്ട് 23 നമസ്കരിക്കാം. അപ്പൊ ഇബ്നു തൈമിയ്യയെ ചോദിച്ചപ്പോൾ അത് ഒരു ഫിഖ്ഹിയായ ഇഖ്തിലാഫാണ്. ഇബ്നു തൈമിയ്യ പറഞ്ഞത് ഫിഖ്ഹിയായ ഇഖ്തിലാഫാണ്. എങ്കിൽ ഷെയ്ഖ് അബ്ദുൽ വഹാബ് പറഞ്ഞിട്ടുണ്ടല്ലോ അത് ഒരു ഫിഖ്ഹിയായ ഒരു പിഴവാണ്, ഒരു അഭിപ്രായ വ്യത്യാസമാണ്. ഇബ്നു തൈമിയ്യ പറഞ്ഞപ്പോൾ ഷെയ്ഖ് അബ്ദുൽ വഹാബ് പറഞ്ഞപ്പോൾ ഫിഖ്ഹിയായ ഒരു ഭിന്നത. ഷെയ്ഖ് ഇബ്നു ബാസ് പറഞ്ഞപ്പോൾ അത് ഫിഖ്ഹിയായ പിഴവാണ്. ഹുസൈൻ മടവൂർ പറഞ്ഞപ്പോൾ അത് ആദർശ വ്യതിയാനമാണ്. ഇതെങ്ങനെയാണ് ഒരു കാര്യം അഭിപ്രായ വ്യത്യാസം പിഴവും വ്യതിയാനവുമാകുന്ന ആദരം നോക്കിക്കൊണ്ടാണ്. എന്തുകൊണ്ട് ഈ 60-70 വർഷങ്ങൾക്ക് ശേഷം അവർ ഈ അവസ്ഥയിൽ എത്തിപ്പെട്ടു എന്ന് അവർ ആത്മവിശ്വാസം. ആ വിഷയത്തിൽ ജമാഅത്ത് ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഷോപ്പിംഗും ഇല്ല, ഒരു മറച്ചു വെക്കുന്ന പ്രശ്നമില്ല. ഇത് നമ്മുടെ നിലപാട് തന്നെയാണ്. യാതൊരു പ്രശ്നമില്ല. ഒരാൾ തോന്നി നമുക്കിത് യാതൊരു അഭിപ്രായമില്ല. ഒരാൾ ഓതിയില്ല, പ്രശ്നമല്ല. ഒരാൾ തറാവീഹ് 8 നമസ്കരിച്ചു, ഇത് മറച്ചു വെക്കുന്നതിൽ യാതൊരു പ്രയാസവും പറ്റില്ല. തുറന്നു പറയുന്നത് മറച്ചു വെക്കുന്ന യാതൊരു കാര്യമില്ല. അപ്പൊ ഈ വിഷയത്തിൽ ജമാഅത്ത് ഇസ്ലാമിന്റെ അന്നും ഇന്നുമുള്ള നിലപാട് അതാണ് പ്രായോഗികവും അതാണ് വിജയിച്ചു നിൽക്കുന്നു. മറുപക്ഷത്ത് കർമ്മശാസ്ത്രപരമായി ഏകീകരിക്കുവാൻ വേണ്ടി സുന്നികൾ ശ്രമിച്ചു. ഏകീകരിക്കപ്പെടുന്നതോ ഇല്ല. അവസാനം 4 മദ്ഹബ്
പ്രശ്നം ഒതുങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെയെങ്കിലും അത് ഏകീകരിക്കട്ടെ. അപ്പൊ കർമ്മശാസ്ത്രപരമായി ഏകീകരിക്കുവാൻ സുന്നി വിഭാഗം ശ്രമിച്ചിട്ട് വിജയിച്ചിട്ടില്ല, സലഫി വിഭാഗം ശ്രമിച്ചിട്ട് വിജയിച്ചില്ല. എന്തുകൊണ്ട് അത് വിജയിക്കുന്നില്ല? എന്തുകൊണ്ട് അത് വിജയിക്കേണ്ട ആവശ്യമല്ല? ഇസ്ലാമിന്റെ ലക്ഷ്യമല്ല. ഇതാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ പോളിസി. വിശ്വാസപരമായ കാര്യങ്ങളിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ പോളിസി ഇത് ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സമൂഹത്തിൽ പരിഷ്കരണത്തിനിറങ്ങുമ്പോൾ അവരുടെ വിശ്വാസപരമായ ജീർണതയുണ്ട്, അവരുടെ സാമൂഹ്യ തിന്മകളുണ്ട്. സാമൂഹ്യ തിന്മകളെയും വിശ്വാസപരമായ ജീർണതയും ഒരേ മാനത്തിലല്ല കാണുക. സാമൂഹ്യ തിന്മകൾ കുറ്റങ്ങളാണ്, വിശ്വാസപരമായ കുറ്റങ്ങളല്ല, അബദ്ധങ്ങളാണ്. വിശ്വാസപരമായ ജീർണതകൾ ആരും കുറ്റമായി മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുന്നതല്ല, ആരും തെറ്റാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ ചൂഷണം ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതല്ല. അവർ ഏതോ അർത്ഥത്തിൽ അവർ ശരിയാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് വിശ്വാസപരമായ കാര്യങ്ങൾ അതിൽ ബലപ്രയോഗം പാടില്ല. സാമൂഹ്യ തിന്മയുടെ കാര്യത്തിൽ ബലപ്രയോഗമാകാം. വിശ്വാസപരമായ കാര്യങ്ങൾ മനുഷ്യന്റെ മൗലികാവകാശത്തിൽപ്പെട്ടതാണ്, സാമൂഹ്യ തിന്മകൾ മൗലികാവകാശത്തിൽപ്പെട്ടതല്ല. ഒരാൾ മദ്യപാനി പറയാണ് മദ്യപിക്കലിന്റെ മൗലികാവകാശമാണ്, അതുകൊണ്ട് ഭരണകൂടം ഇടപെട്ടുകൂടാ എന്ന് പറഞ്ഞാൽ ഭരണകൂടം ഇടപെടും. എന്നാൽ അതേ വ്യക്തി പറയുകയാണ് വിഗ്രഹാരാധനയുടെ മൗലികാവകാശമാണ്, ഭരണകൂടം ഇടപെട്ടുകൂടാ എന്ന് പറഞ്ഞാൽ ഭരണകൂടം ഇടപെടാൻ പാടില്ല. അപ്പൊ അള്ളാഹു തന്നെ വിശ്വാസപരമായ കാര്യങ്ങളിൽ വ്യക്തികൾക്ക് മൗലികാവകാശം നൽകിയിട്ടുണ്ട്, അതിൽ ബലപ്രയോഗം പാടില്ല. ഇതാണ് ശുദ്ധശിർക്കിന്റെ കാര്യത്തിലെങ്കിൽ മുസ്ലിം സമൂഹത്തിലെ വിശ്വാസാചാരങ്ങൾ അവർ മനഃപൂർവ്വം വിരോധം ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിൽ ചെയ്യുന്നതല്ല, അവർ തെറ്റിദ്ധരിച്ചു പോയി ഇതാണ് ശരിയെന്ന്. യഥാർത്ഥത്തിൽ അവർ ഒരുതരം നമ്മൾ രോഗികളോട് നാം സ്വീകരിക്കുന്ന സമയങ്ങളിൽ ഒരാൾക്ക് രോഗം വരിക ഇതൊക്കെ കുറ്റമാണ്. ഡോക്ടർ അയാളെ എങ്ങനെയാണ് ചികിത്സിക്കേണ്ടത്? ഡോക്ടർ രോഗിയെ ചികിത്സിക്കുന്നത് മാതിരി അല്ലല്ലോ ഒരു പോലീസുകാരൻ ഒരു കുറ്റവാളിയെ ചികിത്സിക്കുന്നത്. പോലീസുകാരൻ കുറ്റവാളിയെ കൈകാര്യം ചെയ്യുന്നത് മാതിരി ഒരു ഡോക്ടർ രോഗിയെ കൈകാര്യം ചെയ്യാൻ പാടില്ല. രണ്ടുപേരുടെ കയ്യിൽ കത്തി കാണും, പക്ഷെ രണ്ട് കത്തിയും രണ്ടാണ്. ഒന്ന് ചികിത്സിക്കുന്ന കത്തിയാണ്, മറ്റൊന്ന് അയാളെ ശിക്ഷിക്കുന്ന കത്തിയാണ്. ചികിത്സകളെ ജമാഅത്ത് ഇസ്ലാമി വിശ്വസിക്കുന്നു ഈ അന്ധവിശ്വാസ അനാചാരങ്ങളുടെ കാര്യത്തിൽ ചികിത്സയാണ് നടത്തേണ്ടത്, ശിക്ഷയല്ല. അത് സോപ്പ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. നമ്മുടെ വസ്ത്രത്തിൽ അഴുക്ക് പറ്റിയാൽ സോപ്പ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. വീട്ടിൽ പോയി അഴുക്ക് പറ്റിയ ഭാഗം കത്രികയെടുത്ത് കട്ട് ചെയ്ത് കളയുകയല്ല ചെയ്യേണ്ടത്. എന്റെ ഷട്ടിൽ ഈ പേനയിൽ നിന്നും വീണുകൊണ്ട് ഈ മഷി പറ്റിയിട്ടുണ്ട്, ഞാൻ വീട്ടിൽ ചെന്ന് കത്തിയെടുത്ത് ഇവിടെ അങ്ങോട്ട് കണ്ടിച്ചുകളയല്ല ചെയ്യുക. ഞാൻ വീട്ടിൽ പോയി സോപ്പെടുക്കും, സോപ്പെടുത്ത് കഴുകിക്കളയും. സോപ്പിന് തന്നെ കാരണം ആ ഷർട്ട് നാളെയും എനിക്ക് വേണമെങ്കിൽ എന്റെ ഷർട്ടാണ്, ഇതുണ്ടെങ്കിൽ എനിക്ക് നാളെ കേൾക്കാൻ പറ്റുള്ളൂ. ഞാൻ വീട്ടിൽ പോയി കത്രികയെടുത്ത് ആ ഭാഗം കട്ട് ചെയ്ത് പറഞ്ഞു, ഇവിടെ എനിക്ക് പറ്റി ഈ ഭാഗം കട്ട് ചെയ്ത് പറഞ്ഞു, മുതുകത്ത് പറ്റി ആ ഭാഗം കട്ട് ചെയ്ത് കട്ട് ചെയ്ത വസ്ത്രവുമായി ഇട്ട് നടക്കുന്ന എന്നെ പറ്റി സമൂഹം എന്താണ് പറയുക? അപ്പൊ ഞാൻ കഴുകിക്കളയുക. അതുകൊണ്ട് മുസ്ലിം സമൂഹം സ്വന്തം സമുദായമാണ്, സ്വന്തം കുടുംബമാണ്. അവരറിഞ്ഞുകൊണ്ട് ബോധപൂർവ്വം തെറ്റിയുന്നതല്ല എന്ന് മാത്രമല്ല അവർ ചൂഷണം ചെയ്യപ്പെടുകയാണ്. ഭീമാപ്പള്ളിയിലേക്ക് പോകുന്ന ഒരാൾ ആരെയും ചൂഷണം ചെയ്യുക, അയാൾ ചൂഷണത്തിന് വിധേയനാവുക. അയാൾ നിസ്സഹായനാണ്, ചൂഷകനാണ്. അയാളോട് വേണ്ടത് അയാളോട് ഗുണതാമസപരമായ രൂപത്തിൽ അയാൾ ഉപദേശിച്ച് സ്നേഹവസ്ത്രമായ രൂപത്തിൽ അയാളെ പരിവർത്തിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന ശൈലിയാണ് നിർഭാഗ്യവശാൽ തദ്ദേശ സുഹൃത്തുക്കളുടെ ഒരു കടന്നാക്രമണ ശൈലിയല്ല ആ വിഷയത്തിൽ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ശൈലി. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഓപ്പൺ ക്യാമ്പയിൻ, ഓപ്പൺ പ്രചാരണത്തിൽ അവിശബ്ദമായ പ്രബോധന പ്രവർത്തനങ്ങളാണ്. പുറത്ത് മൈക്ക് വെച്ച് കെട്ടി, സ്റ്റേജ് വെച്ച് കെട്ടി, ആളുകളെ ചീത്ത പറഞ്ഞ് മറുഭാഗത്ത് തീവ്രത സൃഷ്ടിച്ച്. ഇപ്പൊ ദക്ഷിണ കേരളത്തിലെ അവസ്ഥ എന്താ? ഉത്തര കേരളത്തിലെ മലബാറിലുണ്ടായിരുന്ന അവസ്ഥ ദക്ഷിണ കേരളത്തിലായിരിക്കും. ഇത്രയും കാലം അവിടെ AP വിഭാഗവും മുജാഹിദ് വിഭാഗവും വളരെ കുറവായിരുന്നു. ഒരു 1-2 വർഷമായി തെക്കൻ കേരളത്തിലേക്ക്, കൊല്ലം, തിരുവനന്തപുരം, ആലപ്പുഴ ജില്ലകളിലേക്ക് മുജാഹിദ് സുഹൃത്തുക്കൾ 2 ഗ്രൂപ്പുകളും അവരുടെ പ്രവർത്തനം വ്യാപിപ്പിച്ചിരിക്കുന്നു. വ്യാപിപ്പിക്കേണ്ടതില്ല എന്നാണ് പറയുന്നത്. പക്ഷെ അവരുടെ പ്രവർത്തനം വ്യാപിപ്പിച്ചതോടുകൂടി അവർ ഈ ശിർക്ക് വിദഗ്ധ വിഷയങ്ങളിൽ ആ ഒരു 10-40 വർഷത്തിന് മുമ്പുള്ള തീവ്രമായ ശൈലി അവിടുത്തെ മുഴുവൻ പ്രദേശങ്ങളിലും അഴിച്ചുവിടാൻ തുടങ്ങി. ഈ രാജ്യവട്ടയിൽ നടന്ന ഒരു യോഗത്തിൽ, ഒരു ഈദ് സൗഹൃദ യോഗത്തിൽ അവിടുത്തെ അന്നത്തെ പുലർത്തുന്നതിന് മുമ്പുള്ള മുജാഹിദിന്റെ ജില്ലാ പ്രസിഡന്റ് എഴുന്നേറ്റെന്ന് പറയുകയാണ്, 40 വർഷമായി ഇവിടെ ജമാഅത്ത് ഇസ്ലാമി പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നു. അവരുടെ യോഗത്തിലേക്ക് ആരും കല്ലെറിയുന്നില്ല, അവരുടെ യോഗം ആരും കലക്കുന്നില്ല, അവരുടെ ഭൂസമ്മേളനത്തെക്കാരും ചെരുപ്പറിയുന്നില്ല. മുജാഹിദുകളുടെ യോഗം നടത്താൻ ശ്രമിച്ചപ്പോൾ എന്തുകൊണ്ടാണ് പിന്നെ ഈ രാജ്യത്തെ അശ്വതികൾ ചെരുപ്പറിയുന്നത്? ഇത് ആരോട് ചോദിക്കേണ്ട ചോദ്യം? ഇത് ആര് എറിഞ്ഞവരോട് ചോദിക്കണോ, ഏറെ പണ്ടവരോട് ചോദിക്കണോ? ഈ ചോദ്യം ആരോടാണ് ഈ ചോദ്യം ചോദിക്കേണ്ടത്? ചോദിക്കണം. അപ്പൊ എന്തുകൊണ്ട് അതൊരു ശൈലിയാണ്. സ്വാഭാവികമായിട്ടുള്ള ശൈലി, പ്രകോപനപരമായ ശൈലി ഉപയോഗിക്കുമ്പോൾ മറുഭാഗത്ത് തീവ്രതയുണ്ടാവും, മറുഭാഗത്ത് അതിന് തീവ്രതയായിട്ട് AP വിഭാഗം അത് വർദ്ധിപ്പിച്ച് ഇപ്പോൾ അവിടുത്തെ ദക്ഷിണ കേരളം അവരെല്ലാ പള്ളിക്കും സർക്കുലർ കൊടുത്തിരിക്കുകയാണ്. കൗസൽ ഇസ്തിഗാസയെ ന്യായീകരിച്ചുകൊണ്ട് പ്രസംഗിക്കണം. അതിന് വലിയ ആയത്തൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ദുആ എന്ന് വെച്ചാൽ അതിന്റെ ഭാഷാപരമായ അർത്ഥം അഭ്യർത്ഥന എന്ന് മാത്രമേ ഉള്ളൂ, പ്രാർത്ഥന എന്നില്ല എന്ന കോലത്തിൽ ദക്ഷിണ ഇപ്പോൾ സർക്കുലർ കൊടുത്തിരിക്കുക. ഇതേപടി ദക്ഷിണ കേരളയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ദുആ എന്ന് വെച്ചാൽ അഭ്യർത്ഥനയാണ്, പ്രാർത്ഥനയല്ല. അതുകൊണ്ട് ദുആ അല്ലാഹു അല്ലാത്ത മറ്റാർക്കും പാടില്ല, ആരോടും പാടില്ല എന്ന് പറഞ്ഞുകൂടാ. പ്രാർത്ഥന അല്ലാഹു അല്ലാത്തവരോട് പാടില്ല. ദുആ എന്നതിന് തലബ് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. തലബ് എന്ന് വെച്ചാൽ റിക്വസ്റ്റ്
എല്ലാവർക്കാണ് അഭ്യർത്ഥനയാണ്. ഇത് ആരോടുമാകാം. എവിടെ എത്തി കാര്യങ്ങൾ? എന്തുകൊണ്ട് ഈ ഒരു ശൈലി അതിന് തത്തുല്യമായ പ്രത്യാക്രമണ പ്രതികരണം സൃഷ്ടിക്കും? അത് മുസ്ലിം സമൂഹത്തിന് ദോഷമായി. ജമാഅത്ത് ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഈ 50-60 വർഷത്തെ പ്രവർത്തനം ജമാഅത്ത് പ്രവർത്തകർ ഇതിനൊക്കെ മാറി നിൽക്കുകയാണ്. ജമാഅത്ത് ഇസ്ലാമി ഉള്ളിൽ പോലും അത്തരം ക്ലാസുകൾ നടത്താറില്ല. പക്ഷെ എങ്ങനെ നിശബ്ദമായി ഈ ആയിരക്കണക്കിന് 10,000-കണക്കിന് പ്രവർത്തകർക്ക് ഒരു സാമൂഹ്യ റിയാക്ഷനും സൃഷ്ടിക്കാതെ, പ്രതിപ്രവർത്തനവും സൃഷ്ടിക്കാതെ ഇത്രയും അധികം ആളുകളെ അന്ധവിശ്വാസം മാറ്റിയെടുക്കാൻ കഴിഞ്ഞു? അപ്പൊ ഇതിന് വളരെ നിശബ്ദമായ ശാന്തമായ പ്രവർത്തനമാണ്. ഇത് ആരെയും ഭയന്നുകൊണ്ടല്ല, മറുഭാഗമാണ് യഥാർത്ഥത്തിൽ ഒറിജിനൽ തൗഹീദ്. രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ശൈഖാനടുത്ത് സൂചിപ്പിച്ചല്ലോ, ഈ തൗഹീദിന്റെ ഭൗതികമായ അതിന്റെ വശം അത് മറച്ചു വെക്കുകയാണ് രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി. അത് മറച്ചു വെച്ചെങ്കിലേ ആളുകൾക്ക് കോൺഗ്രസ് പാർട്ടിയിലും ലീഗിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചേർന്ന് പ്രവർത്തിക്കുന്നത് ന്യായീകരിക്കാൻ കഴിയും. അവിടെയാണ് തൗഹീദ് മറച്ചുവെക്കൽ. ഇവിടെ നമ്മൾ തൗഹീദ് മറച്ചുവെക്കുന്നതിൽ മുസ്ലിം സമൂഹത്തോട് ഒരു വിഷഗ്വരൻ തന്റെ മുമ്പിൽ വന്ന ഒരു രോഗിയോട് എത്ര സ്നേഹമസരണമായി, എത്ര മാന്യമായി, എത്ര ഒരു ഗുണകാംക്ഷപരമായ രൂപത്തിലാണ് കൈകാര്യം ചെയ്യുക. ഈ രൂപത്തിൽ മാത്രമേ ഈ സമൂഹത്തിലെ വിശ്വാസപരം, അത് മുസ്ലിം സമൂഹത്തിന് പുറത്തും അങ്ങനെ തന്നെയാണ്. ഒരു ഹിന്ദു വിശ്വാസം കൈകാര്യം ചെയ്യുന്ന ആയിരിക്കുന്നത് മദ്യത്തെ എതിർക്കുന്നവന്മാരെ ശബരിമല എതിർക്കാൻ മുജാഹിദികൾക്ക് പോലും കഴിയില്ല. എന്തിനു ഭീമാപ്പൊളി എതിർക്കുന്നവന്മാരെ ശബരിമല എതിർക്കാൻ ഈ പറയപ്പെട്ട സലഫി സുഹൃത്തുക്കൾക്ക് കഴിയുമോ? ഭീമാപ്പൊളി എതിർക്കാൻ കാരണം സ്വന്തം സമുദായത്തിലാണ്, അതിൽ വർഗീയതയില്ല. ഗുരുവായൂരിനെ എതിർത്താൽ അത് വർഗീയത കടന്നു വരും. അപ്പൊ വർഗീയത കടന്നു വരുമെങ്കിൽ അവിടെയും നമ്മൾ സൂക്ഷിക്കണം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, വിശ്വാസപരമായ കാര്യങ്ങളിൽ വളരെ സൂക്ഷ്മത ഈ പ്രബോധന രംഗത്ത് ആവശ്യമാണ്. അത് പുറത്തും ആവശ്യമാണ്, മുസ്ലിം സമുദായത്തിലും ആവശ്യം. അതുകൊണ്ടാണ് ജമാഅത്ത് ഇസ്ലാമി ആ അർത്ഥത്തിൽ വളരെ മാന്യമാണ്. ആരെയും ഭയന്നിട്ടൊന്നുമല്ല. ഇവിടുത്തെ വലിയ വലിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും അടിയന്തരാവസ്ഥയും എതിർക്കാൻ ഭയമില്ലെങ്കിൽ പിന്നെയാണോ ഏതെങ്കിലും ഒരു മക്ബറ എതിർക്കാൻ ഭയം? അതല്ല ഇവിടത്തെ പ്രശ്നം. ഇത് ഒരു നയപരമായ പ്രശ്നമാണ്. അതുകൊണ്ട് അത് ഒരു രോഗം എന്ന നിലയ്ക്കാണ് കാണുന്നത്. അത് ഒരു ക്രിമിനൽ കുറ്റം എന്ന നിലയ്ക്ക് കാണുന്ന ശരിയല്ല. ഇതാണ് ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ നിയമനിർമ്മാണാധികാരം, അതായത് ഹാക്കിമിയത്ത് തൗഹീദിന്റെ ഭാഗമാണ് എന്നത് മൗദൂദിയുടെ കണ്ടുപിടുത്തമല്ലേ? മൗദൂദിക്ക് മുമ്പ് ഇസ്ലാമിക ലോകം അംഗീകരിച്ച ആരെങ്കിലും ഇത്തരത്തിൽ ഹാക്കിമിയത്ത് വാദം ഉന്നയിച്ചിട്ടുണ്ടോ? പല ആളുകളും തെറ്റിദ്ധരിക്കുന്നത് ഹാക്കിമിയത്തുള്ള എന്ന ആശയം മൗലാന അബുല്ലാല മൗദൂദി പുതുതായി വികസിപ്പിച്ചെടുത്ത ഒരു ആശയമാണ് എന്നതാണ്. യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ 50-ലധികം സൂറത്തുകളിലായി 200-ലധികം ആയത്തുകളിലൂടെ പ്രഖ്യാപിച്ച ഒരാശയമാണ് ഹാക്കിമിയത്തുള്ള എന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വചനങ്ങളിലൂടെയും പ്രവൃത്തിയിലൂടെയും തെളിയിച്ച ഒരാശയമാണ് ഹാക്കിമിയത്തുള്ള എന്നത്. ലോകത്തെ പ്രാമാണികരായ പണ്ഡിതന്മാർ ഒരു കുറെ പ്രസ്താവനകളിലൂടെ അരക്കിട്ടുറപ്പിച്ച ഒരാശയമാണ് ഹാക്കിമിയത്തുള്ള എന്നത്. ഹാക്കിമിയത്തുള്ള എന്ന ഈ ആശയത്തെ പുനരവതരിപ്പിക്കുക, അത് വിസ്മരിച്ചു പോയപ്പോൾ പുനരവതരിപ്പിക്കുക മാത്രമാണ് ഇമാം അബുല്ലാല മൗദൂദി ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഹാക്കിമിയത്തുള്ള എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രപഞ്ചത്തിൽ ഭൂമി, പ്രപഞ്ചത്തിലെന്ന പോലെ ആകാശത്തെന്ന പോലെ ഭൂമിയിലും നിയമം നിർമ്മിക്കുവാനുള്ള അധികാരം അള്ളാഹുവിന് മാത്രമാകുന്നു എന്നതാണ്. വഹുവല്ലദീ ഫിസ് സമാഇ ഇലാഹുൻ വഫിൽ അർളി ഇലാഹ്, ആകാശത്ത് അവനാകുന്നു ഇലാഹ്, ഭൂമിയിലും അവനാകുന്നു ഇലാഹ് എന്ന ഖുർആന്റെ ഈ പ്രഖ്യാപനം അതാണ് തെളിയിക്കുന്നത്. ഭൂമിയിലും വഫിൽ അർളി ഇലാഹ്, ഭൂമിയിലും അവനാകുന്നു ഇലാഹ്. ചില ആളുകൾ അള്ളാഹുവിന്റെ പ്രാപഞ്ചികമായ വിധികർത്തൃത്വം, സൂര്യൻ എവിടെ ഉദിക്കണം അസ്തമിക്കണം തുടങ്ങിയ പ്രാപഞ്ചികമായ വിധികർത്തൃത്വം അംഗീകരിക്കുകയും ഭൂമിയിലുള്ള അള്ളാഹുവിന്റെ നിയമമുണ്ടാക്കുവാനുള്ള അവകാശത്തെ നിഷേധിക്കുകയുമാണ് ചെയ്യുന്നത്. ഈ മതവിരുദ്ധമായ ഈ ഒരു കാഴ്ചപ്പാട് പുലർത്തുന്നവരിൽ മുസ്ലിങ്ങളുമുണ്ട് എന്നത് വളരെ സങ്കടകരമാണ്. വിശുദ്ധ ഖുർആൻ ഞാൻ പറഞ്ഞല്ലോ, ഒരു കുറെ ആയത്തുകളിലൂടെ സ്ഥാപിച്ച ഒരു സംഗതിയാണ്, തൗഹീദിന്റെ ഭാഗമായിട്ട് സ്ഥാപിച്ച ഒരു സംഗതിയാണ്. ഭൂമിയിൽ മനുഷ്യൻ എങ്ങനെ നടക്കണം, അവന്റെ വ്യക്തിതലം മുതൽ രാഷ്ട്രതലം വരെയുള്ള നിയമങ്ങൾ എന്താകണം എന്ന് തീരുമാനിക്കുവാനുള്ള അവകാശം അള്ളാഹുവിന്റേത് മാത്രമാണ് എന്ന്, അത് അള്ളാഹുവിന് അംഗീകരിച്ചു കൊടുക്കുക എന്നത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. അലന്തര ഇലല്ലദീന യസ്ഉമൂന അന്നഹും ആമനൂ ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക യുരീദൂന അൻ യതഹാക്കമൂ ഇല താഗൂത്ത്, താങ്കൾക്ക് അവതരിച്ചതിലും താങ്കൾക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ടതിലും വിശ്വസിച്ചിരിക്കുന്നു എന്ന് വാദിക്കുന്ന ചില ആളുകൾ അവർ താഗൂത്തിനോട് വിധി തേടാൻ ഉദ്ദേശിക്കുന്നു
എന്ന് ഖുർആനിൽ പറയുന്നത് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അള്ളാഹുവിന്റെ വിധികളെ വിട്ടുകൊണ്ട്, നിയമങ്ങളെ വിട്ടുകൊണ്ട് ജൂതനായ കഅബ് ഇബ്നുൽ അശ്റഫിന്റെ വിധി തേടി പോകുവാൻ ചില മുസ്ലിങ്ങൾ ശ്രമിച്ചപ്പോഴാണ് വിശ്വാസികളാണ് എന്ന് വാദിക്കുന്ന ആളുകൾ അവർ താവൂത്തിനോട് വിധി തേടി പോകാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ അവരുടെ വിശ്വാസം ഈമാൻ എന്ന് പറയുന്നത് വെറും വാദമാണ്. അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് നിശ്ചയിച്ചിട്ടില്ല, നമസ്കാരം ഒഴിവാക്കിയിട്ടില്ല. അതൊക്കെ ഉണ്ടായിരിക്കെ തന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ വിധി വിട്ടുകൊണ്ട് ഒരു മനുഷ്യനുണ്ടാക്കിയ ദൂതനായ കഅബ് ഇബ്നുൽ അശ്റഫിന്റെ വിധി സ്വീകരിക്കുവാൻ തീരുമാനിച്ചതോടുകൂടി ഖുർആൻ അയാളെ വിശേഷിപ്പിക്കുന്നത് മുഅ്മിനാണ് എന്ന് വാദിക്കുന്ന ആൾ എന്നാണ്. യഥാർത്ഥത്തിൽ അയാൾ മുഅ്മിൻ അല്ല എന്നതാണ്. ഒരു കുറെ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാഹ്. അല്ലാഹുവിനെ കൂടാതെയുള്ള റബ്ബുകളെ അവർ സ്വീകരിക്കുന്നു. പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും അല്ലാഹുവിനെ കൂടാതെയുള്ള റബ്ബുകളായിട്ട് അവർ വരിക്കുന്നു, സ്വീകരിക്കുന്നു എന്ന ആയത്ത് വിശദീകരിക്കുമ്പോഴും പല പണ്ഡിതന്മാരും വിശദീകരിച്ചിട്ടുണ്ട്. ഇത് ഒരു പ്രത്യേകമായ പശ്ചാത്തലത്തിൽ അവതരിച്ചതാണ്. അദീബിന് ഹാസിം ക്രിസ്ത്യാനിയായിരുന്നു അദ്ദേഹം. ഈ ആയത്ത് കേട്ടിട്ട് അദ്ദേഹം പറഞ്ഞു പ്രവാചകനോട്, ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും റബ്ബുകളായി സ്വീകരിച്ചിട്ടില്ലല്ലോ. ഇന്ന് നമ്മുടെ ചില സലഫി സുഹൃത്തുക്കൾ വിചാരിക്കുന്നത് പോലെ അദീബിന് ഹാസിം വിചാരിച്ചത് റബ്ബായി സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ റബ്ബിന് വേണ്ടിയിട്ട് 2 റക്അത്ത് നമസ്കാരം അല്ലെങ്കിൽ പണ്ഡിത പുരോഹിതന്മാരോട് വിളിച്ച് പ്രാർത്ഥിക്കുക, ഇങ്ങനെ ആകുമ്പോഴേ അത് റബ്ബായി സ്വീകരിക്കുക എന്ന അർത്ഥത്തിൽ ഗണിക്കപ്പെടുകയുള്ളൂ എന്നാണ് അദീബിന് ഹാസിം വിചാരിച്ചത്. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇവിടെ റബ്ബാക്കിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ റസൂൽ ചോദിച്ചത്, അവരുണ്ടാക്കുന്ന നിയമങ്ങൾ ഹലാല് അവർ തീരുമാനിക്കുക, എന്നിട്ട് നിങ്ങൾ അതനുസരിക്കുക. അവർ ഹറാം തീരുമാനിക്കുക, എന്നിട്ട് നിങ്ങൾ അത് അംഗീകരിച്ചു കൊടുക്കുക. ഇത് സംഭവിച്ചിട്ടില്ലേ? അപ്പൊ അദീബിന് ഹാസിം പറഞ്ഞു, അത് ഞങ്ങൾ ചെയ്യാറുണ്ട്. അപ്പൊ അതാണ് നിങ്ങൾ അവർക്ക് ചെയ്ത ഇബാദത്ത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതിലൂടെ ഇബാദത്തിന്റെ അർത്ഥം എന്താണ് എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പൊ ഈ നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള അവകാശം പണ്ഡിത പുരോഹിതന്മാർക്ക് വകവെച്ചു കൊടുക്കുന്നതും ആ നിയമങ്ങളെ അനുസരിക്കുന്നതും അവർക്കുള്ള ഇബാദത്താണ്. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദു ഇലാഹൻ വാഹിദ. ഒരൊറ്റ ഇലാഹിനെ ഇബാദത്ത് ചെയ്യുവാനായിരുന്നു അവർ കൽപ്പിക്കപ്പെട്ടത്. ഇതിലെല്ലാ ആശയങ്ങളുമുണ്ട്. ഇബാദത്തിന്റെ അർത്ഥത്തിൽ ഇതും പെടും. ഇലാഹി എന്ന് പറയുന്ന സംജ്ഞയിൽ ഇതും പെടും. നിയമനിർമ്മാണാധികാരമുള്ള ഒരു ശക്തി എന്നതും ഇലാഹിന്റെ അർത്ഥത്തിൽപ്പെട്ടതാണ്. അതിന് റബ്ബ് എന്നും പറയും എന്നൊക്കെ ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇതുപോലുള്ള ഒരു കുറെ ആയത്തുകളിലൂടെ അള്ളാഹുവിന്റെ നിയമമനുസരിച്ച് ഭരണം വിധി കൽപ്പിക്കാത്ത ആളുകൾ കാഫിറുകളാണ്, ലാലിമുകളാണ്, ഫാസിഖുകളാണ് എന്ന് ഖുർആൻ പറഞ്ഞു. ഇങ്ങനെ കുറെ ആയത്തുകൾ, 200-ലധികം ആയത്തുകൾ നമുക്ക് ഖുർആനിൽ കണ്ടെത്താൻ കഴിയും. ഇതുപോലുള്ള ആയത്തുകൾ വെച്ചുകൊണ്ട്, അതുപോലെ തന്നെ പ്രവാചകന്റെ പ്രവർത്തനങ്ങൾ വെച്ചുകൊണ്ട്, പ്രവാചകന്റെ വചനങ്ങൾ വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, ഇത് തൗഹീദുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ്. ലോകത്ത് സലഫിസം എന്ന് പറയുന്ന ഒരു ആശയം ഉണ്ടായത് ഇമാം മുഹമ്മദ് ബിൻ അബ്ദുവിന്റെയും അതുപോലെ തന്നെ റഷീദ് റിളയുടെയും ഇസ്ലാഹി പ്രവർത്തനങ്ങളോടുകൂടിയാണ്. യഥാർത്ഥത്തിൽ ഇത് ഒരു സംഘടനയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന പേരല്ല. കാരണം മുൻഗാമികൾ എന്നതാണ് അതിന്റെ അർത്ഥം. അത് തന്നെ ഒരു വിധേയത്താണ് എന്ന് പല ആളുകളും പറയുകയുണ്ടായിട്ടുണ്ട്. ഏതായാലും ശേഷ് ഇമാം മുഹമ്മദ് അബ്ദുവിന്റെയും റഷീദ് റിളയുടെയും കാലഘട്ടത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു സംജ്ഞ ഇസ്ലാമിക ലോകത്ത് ഉണ്ടായത് എന്നാണ് പറയപ്പെടുന്നത്. ഈ സംജ്ഞക്ക് സെലഫ് എന്ന് പറയുന്ന ഈ സംജ്ഞക്ക് കാരണക്കാരായ ഇമാം മുഹമ്മദ് അബ്ദുൽ റഷീദ് റിളയും അവരുടെ തഫ്സീറായ തഫ്സീറുൽ മനാറിൽ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, വശിർക്കു നൗആനി, ശിർക്ക് 2 വിധത്തിലാണ്. ഒന്നാമത്തെ ശിർക്ക് അൻ തആലി ബഅദുൽ മഖ്ലൂഖാത്തി സുൽത്ത ഗൈബിയ. സാധാരണ നമ്മൾ പറയുന്നത് പോലുള്ള ഒരു അദൃശ്യ ശക്തി, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ ഒരു അദൃശ്യ ശക്തി ചില സൃഷ്ടികൾക്കുണ്ട് എന്ന് വിചാരിക്കുക. ഇത് ആരാധനയുടെ ശിർക്കാണ്. രണ്ടാമത്തെ തഫ്സീറുൽ മനാറിൽ പറയുന്നു, അൻ തആലി ബഅദുൽ മഖ്ലൂഖാത്തി ഹഖ്ഖ തശ്രീഅ്. ചില സൃഷ്ടികൾക്ക് നിയമം നിർമ്മിക്കുവാനുള്ള അധികാരമുണ്ട് എന്ന് വിശ്വസിക്കുക. ചില സൃഷ്ടികൾക്ക് നിയമം നിർമ്മിക്കുവാനുള്ള അധികാരമുണ്ട് എന്ന് വിശ്വസിക്കുക. വഹാദാ ഹുവ ശിർക്കു ഫി റുബൂബിയ്യ. ഇത് റുബൂബിയ്യത്തിലുള്ള ശിർക്കാണ് എന്ന് സലഫികളുടെ നേതാവ്, ആചാര്യന്മാരായി ലോകത്ത് അറിയപ്പെടുന്ന പ്രമുഖ പണ്ഡിതന്മാരായ അല്ലാമ റഷീദ് റിളയും ഇമാം മുഹമ്മദ് അബ്ദുവും തഫ്സീറുൽ മനാറിൽ വ്യക്തമാക്കിയതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ മനുഷ്യന് നിയമനിർമ്മാണത്തിന്റെ അവകാശം വകവെച്ചു കൊടുക്കുക എന്നത് റുബൂബിയ്യത്തിൽ ചെയ്യുന്ന ശിർക്കാണ്. രാഷ്ട്രീയ ശിർക്ക് എന്ന് പറയുന്ന ഒരു വർത്തമാനം ആദ്യമായി പറഞ്ഞത് മൗദൂദി അല്ല എന്നതിന്റെ പകരം സലഫികളുടെ ആചാര്യന്മാരായ പ്രമുഖ പണ്ഡിതന്മാരാണ് രാഷ്ട്രീയ ശിർക്കിനെ പറ്റി പറഞ്ഞത് എന്ന് നമുക്ക് ഇതിൽ നിന്ന് കാണാൻ പറ്റും. ഇവർക്ക് ശേഷം ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ലഖദ് ബഅത്നാ
അള്ളാഹുവിനെ മാത്രം ഇബാദത്ത്, താഗൂത്തിനെ വെടിയുക. ഈ രണ്ട് ആശയം കേന്ദ്ര ബിന്ദുക്കൾ. ഈ ആശയങ്ങളുമായിട്ടാണ് എല്ലാ പ്രവാചകന്മാരെയും ലോകത്ത് നാം നിയോഗിച്ചിട്ടുള്ളത്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, താഗൂത്തിനോട് തഹാക്കുമ വിധിതേറി പോവുക എന്നത് അവർ വിശ്വാസം ബാധിക്കുക മാത്രമാണ്. അപ്പൊ ഈ താഗൂത്ത് എന്ന് പറയുന്നത് ആരാണ്? താഗൂത്ത് എന്ന് ആരാണ് എന്ന് നമുക്ക് മഹാനായ സലഫി ആചാര്യൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. രണ്ടാമത്തെ താഗൂത്ത് ഥാനി, രണ്ടാമത്തെ താഗൂത്ത് അൽ ഹാക്കിമുൽ ജാഇറുൽ മുഗയ്യിർ ലിഅഹ്കാമില്ല, അല്ലാഹുവിന്റെ നിയമങ്ങളെ മാറ്റിമറിക്കുന്ന അക്രമിയായ ഭരണാധികാരി താഗൂത്താണ്. മൂന്നാമത്തെ താഗൂത്ത് അല്ലദീ യഹ്കുമു ബിഗൈരി മാ അൻസലല്ലാഹ്, അല്ലാഹു ഇറക്കിയതല്ലാത്തത് കൊണ്ട് വിധിക്കുന്ന ആള്. ഇതൊക്കെ താഗൂത്താണ് എന്ന് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പറയുന്നു. അപ്പൊ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക, താഗൂത്തുകളെ വെടിയുക എന്ന് പറയുമ്പോൾ അക്രമിയായ ഭരണാധികാരി, നിയമം ഉണ്ടാക്കുന്ന ഭരണാധികാരി, അല്ലാഹുവിന്റെ നിയമങ്ങളെ മാറ്റിവെച്ച് സ്വന്തമായ നിയമങ്ങൾ ഉണ്ടാക്കുന്ന ഭരണാധികാരി, ഇവരെ മാറ്റി നിർത്തുക എന്നതുകൂടി അതിന്റെ ആശയത്തിൽ വരുന്നു എന്ന് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ഈ വിശദീകരണത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ സലഫി പണ്ഡിതന്മാരെ മാത്രം എടുത്ത് പരിശോധിച്ചാൽ തന്നെ നമുക്ക് കാണാൻ കഴിയും, ഇമാം മൗദൂദിയും സയ്യിദ് ഖുത്ബും ഒക്കെ പറഞ്ഞതിന്റെ 100 പതിന്മടങ്ങ് ശക്തിയോടുകൂടി ഇസ്ലാമിലെ രാഷ്ട്രീയത്തെ ഊന്നിപ്പറഞ്ഞവരാണ് ലോകത്തുള്ള സലഫ് സാലിഹുകൾ, സലഫി പണ്ഡിതന്മാർ. അത് തൗഹീദിന്റെയും ശിർക്കിന്റെയും പ്രശ്നമായിട്ട് തന്നെയാണ് അവർ അവതരിപ്പിച്ചിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ മഹാനായ ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ പല വസ്തുക്കളിലും ഈ കാര്യം പറയുകയുണ്ടായിട്ടുണ്ട്. ഇബാദത്ത് അല്ലാഹുവിന് മാത്രമാവുക, ദാവൂത്തുകളോട് വിധിതേറി പോകുന്നതിൽ നിന്ന് ഒഴിവാവുക എന്നത് മിൻ മുഖ്തവ ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന ഷഹാദത്തിന്റെ തേട്ടത്തിൽപ്പെട്ടതാണ് താവൂത്തുകളോട് വിധി തേടി പോകാതിരിക്കുക എന്നത്. എന്നിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നു, ഇങ്ങനെ താവൂത്തുകളോട് വിധി തേടി പോകുന്നത് ഷഹാദത്തിന്റെ വിധിതോടി പോകരുത് എന്നത് ഷഹാദത്തിന്റെ താല്പര്യത്തിൽ പെട്ടതായതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ, നേതാക്കളോടും അതുപോലെ തന്നെ മനുഷ്യരോടും വിധി തേടി പോവുകയാണ് എങ്കിൽ അവർ കുഫ്റാണ് ചെയ്തത് എന്ന് വളരെ വ്യക്തമായി ഇമാം ഇബ്നു ബാസ് വ്യക്തമാക്കിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഷെയ്ഖ് അബ്ദുറഹ്മാൻ അബ്ദുൽ ഖാലിഖ് ജീവിച്ചിരിപ്പുള്ള സലഫി പണ്ഡിതൻ, ഞാൻ നേരത്തെ പറഞ്ഞ കുവൈറ്റിലെ സലഫികളുടെ ആചാര്യനായി അറിയപ്പെടുന്ന മഹാനായ അദ്ദേഹം പറയുന്നു, അശ്ശിർക്കു വശ്ശിർക്കു ഫിൽ ഹുക്മി കശ്ശിർക്കി ഫിൽ ഇബാദ, ഹുക്മിൽ ഭരണത്തിന്റെ കാര്യത്തിലുള്ള ശിർക്ക് ആരാധനയുടെ കാര്യത്തിലുള്ള ശിർക്ക് പോലെ തന്നെയാണ്. വശ്ശിർക്കു ഫിൽ ഹുക്മി കശ്ശിർക്കി ഫിൽ ഇബാദ, ആരാധനയിലുള്ള ശിർക്ക് പോലെ തന്നെയാണ്. സവാഅൻ ബി സവാ, സമാസമം ആരാധനയിലുള്ള ശിർക്ക് പോലെ തന്നെയാണ് ആ ഭരണത്തിന്റെ കാര്യത്തിലുള്ള ശിർക്ക് എന്ന് അദ്ദേഹത്തിന്റെ തൗഹീദ് വിശദീകരിക്കുന്ന ഒരു വിശദമായ ലേഖനത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോ ആഗമത്വം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് സലഫി പണ്ഡിതന്മാർ വളരെ ശക്തമായി മൗദൂദിക്ക് മുമ്പ് ഊന്നിപ്പറഞ്ഞ ഒരു ആശയമാണ് യഥാർത്ഥത്തിൽ മൗദൂദി ആവർത്തിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോ നമുക്ക് മനസ്സിലാവാത്ത കാര്യം ഈ ആളുകൾ കൊണ്ടു നടക്കുന്ന സലഫിസം ഏതാണ് എന്നുള്ളതാണ്. സലഫിസം യഥാർത്ഥത്തിൽ ഷെയ്ഖ് ഇബ്നു തൈമിയ പറഞ്ഞതാണോ, അല്ലെങ്കിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പറഞ്ഞതാണോ, അല്ലെങ്കിൽ പിന്നെ അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞതാണോ, അല്ലെങ്കിൽ മുഹമ്മദ് അബ്ദുൽ റഷീദ് ബിൻ പറഞ്ഞതാണോ, അല്ലെങ്കിൽ ഇബ്നു ബാസ് പറഞ്ഞതാണോ, അബ്ദുറഹ്മാൻ അബ്ദുൽ ഖാലിഖ് പറഞ്ഞതാണോ, ആര് പറയുന്നതാണ് നമ്മൾ അംഗീകരിക്കുക? ഇവരൊന്നും, ഈ സലഫികളൊന്നും പറയുന്നത് സ്വീകാര്യമില്ല. പിന്നെ നമുക്ക് മാത്രം ഒരു ഖുർആൻ സുന്നത്തും കേരളത്തിൽ മാത്രം അവതരിക്കുക എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ജമാഅത്ത് ഇസ്ലാമി പറയുന്നു, യഥാർത്ഥത്തിൽ ഈ മഹാന്മാര് സലഫ് സാലിഹുകളുടെ പാത പിന്തുടരലാണ് സലഫിസമെങ്കിൽ കേരളത്തിലെ സലഫി പ്രസ്ഥാനം ജമാഅത്ത് ഇസ്ലാമിയാണ്. കാരണം ഇവരുടെയൊക്കെ ഈ മഹാരഥന്മാരുടെയൊക്കെ ഇതുപോലുള്ള വിഷയങ്ങളിലെ നിലപാടുകളെ അക്ഷരപ്രതി സ്വീകരിച്ചിട്ടുള്ള ഇന്ത്യയിലെ ഏക പ്രസ്ഥാനം ജമാഅത്ത് ഇസ്ലാമിയാണ്. ഇതൊന്നും അല്ലാത്ത വേറെ ഏതോ നിലപാട് കൊണ്ടുവരികയും എന്നിട്ട് ലോകത്ത് തന്നെ ആർക്കും പരിചിതമല്ലാത്ത ഒരു നിലപാട് കേരളത്തിൽ കൊണ്ടാടി അതാണ് സലഫിസം എന്ന് പറയുകയും ചെയ്യുന്ന വിഡിത്തമാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ നാസിറുദ്ദീൻ അൽബാനി, ഈ പറഞ്ഞ ഷെയ്ഖ് സാഹിബ് വിശദീകരിച്ച ഇബാദത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദീകരിച്ച മുസ്തലഹാത്തുൽ അർബഅ എന്ന് പറയുന്ന ഗ്രന്ഥം നാസിറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാഹ് ലോകത്തെ അറിയപ്പെട്ട സലഫി പണ്ഡിതനാണ്. അദ്ദേഹം ഈ ഗ്രന്ഥത്തെപ്പറ്റി അദ്ദേഹത്തിന്റെ മദീന യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളോട് പറഞ്ഞത്, മല്ലം യഖറ ഹാദിൽ കിതാബ് ലം യതിമ്മ ഈമാനുഹു, ഈ പുസ്തകം മൗദൂദിയുടെ ഈ പുസ്തകം വായിച്ചിട്ടില്ലാത്ത ആളുകളുടെ ഈമാൻ പൂർത്തിയാവുകയില്ല എന്നാണ്. ഈമാൻ പൂർത്തിയാവുകയില്ല. ആ പുസ്തകത്തിന്റെ ഹദീസ് തസ്രീദ് നടത്തിയത് ഈ ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി, സലഫികളുടെ ആചാര്യനായ നാസിറുദ്ദീൻ അൽബാനി, അക്കാലത്താണ് അദ്ദേഹം മരിച്ചത്. അപ്പോ അദ്ദേഹത്തെ പോലുള്ള വലിയ ഹദീസ് പണ്ഡിതന്മാർ ഏതെങ്കിലും ചവറുകളുടെ പിന്നെ ഹദീസ് തസ്രീദ് നടത്തുന്ന പണിയല്ല അവർക്ക്. അവർ വളരെ പ്രഗത്ഭമായ കൃതികൾ മാത്രമേ ഹദീസ് തസ്രീദ്
പരിശോധിക്കുകയുള്ളൂ, അതിന്റെ സനത് പരിശോധിക്കുകയുള്ളൂ. അങ്ങനെ അത് പരിശോധിച്ചത് പിന്നെ നാസിറുദ്ദീൻ അൽബാനിയാണ്. അപ്പൊ അദ്ദേഹത്തെ പോലുള്ള ആളുകൾ പറഞ്ഞ ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഇവിടെ പറയുന്നത് എന്ന് എന്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കണം. ഏത് സലഫിസമാണ് നമ്മൾ കൊണ്ടു നടക്കുന്നത് എന്ന് മനസ്സിലാക്കുവാനുള്ള ഒരു സന്മനസ് കാണിക്കണം എന്ന് മാത്രമാണ് നമുക്ക് വിനീതമായി പറയുന്നത്. നമ്മുടെ നാട്ടിൽ ബഹുദൈവാരാധന കൊടികുത്തി വളരുകയാണ്. അത് അവസാനിപ്പിക്കുന്നതിന് പകരം എക്സ്പ്രസ് ഹൈവേ, പ്ലാച്ചിമട പോലുള്ള കാര്യങ്ങൾക്ക് സമയവും അധ്വാനവും ചെലവഴിക്കുന്ന സോളിഡാരിറ്റി നിലപാട് അനിസ്ലാമികമല്ലേ? മക്കയിൽ നിയോഗിതരായപ്പോൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനായി പണികഴിപ്പിക്കപ്പെട്ട വിശുദ്ധ കഅബയിലും പരിസര പ്രദേശങ്ങളിലും 360 വിഗ്രഹങ്ങൾ ആരാധിക്കപ്പെടുന്ന പൂജിക്കപ്പെടുന്ന അവസ്ഥാവിശേഷം ഉണ്ടായി. ആ ആരാധനാലയം നിർമ്മിച്ചത് ഇബ്രാഹിം അലൈഹിസ്സലാമയും ഇസ്മായിൽ അലൈഹിസ്സലാമയും അവരുടേതുൾപ്പെടെയുള്ള പ്രതിരൂപങ്ങൾ ആ വിശുദ്ധ കഅബയിൽ പ്രതിഷ്ഠിക്കപ്പെട്ടു. അവയെ പൂജിക്കുന്ന ജനസമൂഹം അവിടെ ഉണ്ടായി. ഈ ഘട്ടത്തിൽ പ്രവാചകനായ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവതീർണമായ വിശുദ്ധ ഖുർആൻ അവിടെ ഈ ബഹുദൈവ ആരാധനയെ ചോദ്യം ചെയ്തു. എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ അതിനെ ചോദ്യം ചെയ്തു. പക്ഷേ ആ സമൂഹത്തിൽ ചെറിയ വിഭാഗം സ്വീകരിച്ചു. മഹാഭൂരിപക്ഷവും വിഗ്രഹാരാധകരായി തുടർന്നു. അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കെ, അഥവാ വിശുദ്ധ കഅബയിലും പരിസര പ്രദേശങ്ങളിലും ബഹുദൈവാരാധന തുടർന്നുകൊണ്ടിരിക്കെ എന്താണ് അള്ളാഹു തീരുമാനിച്ചത്? ഈ ബഹുദൈവാരാധന അവസാനിപ്പിച്ച ശേഷമായിരിക്കട്ടെ മക്കയിലെ സാമൂഹ്യ, സാമ്പത്തിക, സാംസ്കാരിക, രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ ഇടപെടുന്നത് എന്ന് അള്ളാഹു തീരുമാനിച്ചോ? ഇല്ല. ഈ 360 വിഗ്രഹങ്ങൾ ആരാധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ 4 ആരാധനാകർമ്മങ്ങൾ നിർബന്ധമാക്കപ്പെടുന്നതിന് മുമ്പാണ്. ഒന്നുകൂടി തെളിയിച്ചു പറഞ്ഞാൽ 5 വക്ത് സമയനിർണിതമായ നമസ്കാരം നിർബന്ധമാക്കപ്പെട്ടത് മിഅ്റാജിലാണ്. ഹിജ്റയുടെ 1 കൊല്ലം മുമ്പാണ്. പ്രവാചകത്വത്തിന് 12ാമത്തെ വർഷത്തിലാണ്. അപ്പോൾ നമസ്കാരം, നോമ്പ്, സകാത്ത്, ഹജ്ജ് എന്നീ ആരാധനാകർമ്മങ്ങൾ നിർബന്ധമാക്കപ്പെടുന്നതിന് മുമ്പ് 360 വിഗ്രഹങ്ങൾ വിശുദ്ധ കഅബയിലും പരിസര പ്രദേശത്തും പൂജിക്കപ്പെട്ടുകൊണ്ടിരിക്കെ ആരാധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്ന വിശുദ്ധ സൂക്തങ്ങൾ അവതീർണമായി. അതുകൊണ്ടാണ് അഥവാ ബഹുദൈവാരാധന തുടർന്നുകൊണ്ടിരിക്കെ അതിനെതിരെയുള്ള പ്രബോധനം വിശുദ്ധ ഖുർആൻ നടത്തിയപ്പോൾ തന്നെ അത് അവസാനിക്കുന്നവരെ കാത്തിരിക്കാതെ അവിടെ സാമ്പത്തിക കുറ്റങ്ങളിൽ അള്ളാഹു ഇടപെട്ടുകൊണ്ട്, പ്രവാചകൻ ഇടപെട്ടുകൊണ്ടാണ് സോളിഡാരിറ്റി, അഴിമതിക്കെതിരെ, സാമ്പത്തിക കുറ്റങ്ങൾക്കെതിരെ ഇവിടെ സമരരംഗത്ത് ഇറങ്ങുന്നത്. ഖുർആന്റെ അനുയായികൾക്ക് മറ്റൊരു നിലപാട് സ്വീകരിക്കുക സാധ്യമല്ല. കള്ളത്താപ്പാക്കാണ് നാശം. അളന്നെടുക്കുമ്പോൾ അവർ കുറവെടുക്കുന്നു, അളന്നെടുക്കുമ്പോൾ പൂർത്തീകരിക്കുന്നു, കള്ളത്തുലാസ്വദിക്കുന്നു, അവർക്ക് സകല നാശവും എന്ന് പറഞ്ഞ ഖുർആൻ അനുയായികൾക്ക് സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ നേരെ മൗനം പാലിക്കുക, നിശബ്ദത പാലിക്കുക, നിസ്സംഗത പുലർത്തുക സാധ്യമല്ല. അതുകൊണ്ടാണ് സോളിഡാരിറ്റി ജമാഅത്തെ ഇസ്ലാമി ഇടപെടുന്നത്. ഇതേ ബഹുദൈവാരാധന വിശുദ്ധ കഅബയിലും പരിസര പ്രദേശവും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ചോദിക്കുന്നത് ആരാണ് ദീനിന്റെ വിഷയത്തിൽ നിന്ന് നീ കണ്ടറിഞ്ഞിട്ടുണ്ടോ? അത് അനാദിയെ അവഗണിക്കുന്നവനാണ്, അഗതിക്ക് കണ്ണം നൽകാൻ പേരിപ്പിക്കാത്തവനാണ്. അഗതിയുടെയും അനാഥയുടെയും മൗലികമായ ആവശ്യങ്ങളുടെ, അവകാശങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ നടത്തിയ ഇടപെടൽ 360 വിഗ്രഹങ്ങൾ വിശുദ്ധ കഅബയിലും പരിസര പ്രദേശവും പൂജിക്കപ്പെട്ടുകൊണ്ടിരിക്കെ 4 ആരാധനാകർമ്മങ്ങൾ നിർബന്ധമാക്കപ്പെടുന്നതിന് മുമ്പാണ് അഗതിയുടെയും അനാഥയുടെയും കാര്യം പറയുന്ന ഖുർആൻ സൂക്തങ്ങൾ ഇറങ്ങുന്നത് ബഹുദൈവാരാധന തുറന്നുകൊണ്ടിരിക്കെ ആണ്. ഇനി അടിമയുടെയും അഗതികളുടെയും അനാഥകളുടെയും കാര്യം ഒന്നുപോലെ ഇടപെട്ടു ഒരു മുതലാളിത്ത വ്യവസ്ഥയിലെ ആൾ മുന്നിൽ വെച്ചുകൊണ്ട് അയാൾ പറയുന്നു ഞാൻ കൊടുത്തു തൊലഞ്ഞു. ഒരു ബുഷിന്റെ ഏജന്റ് അയാൾ പറയുന്നു ഞാൻ കൊടുത്തു തൊലഞ്ഞു. അതുകൊണ്ട് ചോദിച്ചു, അവൻ ആലോചിക്കുന്നേ
രണ്ട് ചുണ്ടും നാവും നൽകി നമ്മളുടെ സുവ്യക്തമായ രണ്ട് പാത കാണിച്ചു കൊടുത്തില്ലേ? എന്നിട്ട് എന്തുകൊണ്ടവൻ ദുർഗതമായ പാതയിലൂടെ സഞ്ചരിക്കുന്നില്ല? എന്താണ് മലമ്പാടെന്ന് നിനക്കെന്തറിയാം? അത് അടിയാളന്റെ മോചനമാണ്. കടുത്ത ദാരിദ്ര്യത്തിന് നാളെ അന്നദാനമാണ്. അടുത്ത ബന്ധുവായ അഗതിക്ക്, അനാഥയ്ക്ക്, മണ്ണ് പുരണ്ട അഗതി എന്നതിനെ ആധുനിക കേരളീയ ഭാഷ വയനാട് വനാന്തരങ്ങളെ പാതിപെട്ട് പണിയെടുത്തിട്ട് പാദവികാവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയാതെ നിരത്തി കിടക്കേണ്ടി വരുന്ന നിസ്സഹായരായ മനുഷ്യനും എറണാകുളത്തെയും തിരുവനന്തപുരത്തെയും തെരുവോരങ്ങളിൽ തെരുവുതന്നുകളിൽ കിടക്കുന്ന മനുഷ്യനുമാണ്. ആ മനുഷ്യന് വേണ്ടി വിശുദ്ധാൻ ഇടപെട്ടുകൊണ്ട് സംസാരിച്ചത് വിഗ്രഹാരാധന വിശുദ്ധ കാബയിൽ തുടർന്നുകൊണ്ടിരിക്കെ ആണ്. ഇനി വ്യഭിചാരം, ടൂറിസം വികസനത്തിന്റെ ടൂറിസം വികസനത്തിലൊന്നാണോ സെക്സ് ടൂറിസം. ആ സെക്സ് ടൂറിസത്തിന്റെ കാര്യം മനസ്സിലാൻ പറയും. ബഹുദൈവാരാധന തുടർന്നുകൊണ്ടിരിക്കെ വിശുദ്ധ കാബയും പരിസര പ്രദേശം 360 വിഗ്രഹങ്ങളും കുത്തിനാക്കപ്പെട്ട ഘട്ടത്തിലാണ് വ്യഭിചാരത്തിനെതിരെയുള്ള ഖുർആന്റെ ഇടപെടലുണ്ടായത്. പിന്നെ മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടെ പെൺകുട്ടികൾ കുറയുന്നു. കാരണം ഗർഭപാത്രത്തിലെ കൊലപാതകം നടക്കുന്നു. പുതിയ മുതലാളിത്ത അധിനിവേശത്തിന്റെ കമ്പോള സംസ്കാരത്തിന്റെ പുതിയ മനുഷ്യന്റെ വിലകെട്ട പുതിയ മുതലാളിത്തത്തിന്റെ കടന്നുവരവിന്റെ ഫലമായി ഇതാ നടക്കുന്നു പെൺകുഞ്ഞുങ്ങളുടെ കൊല. ഖുർആൻ പെൺകുട്ടികളുടെ കൊലയിൽ ഇടപെട്ടുകൊണ്ട് വൈദ്യുതി മൗഖൂദത്തു സുഇലത്ത് ബിഅയ്യംബിൻ ഖുതിലത്തി എന്ന വാക്യം അവതരിച്ചത് അല്ലാഹു ഇറക്കിയത്. അല്ലാഹു പെൺകുട്ടികളുടെ കൊലപാതകത്തിൽ ഇടപെട്ടത് 360 വിഗ്രഹങ്ങൾ വിശുദ്ധ കഅബയിൽ ആരാധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സാമൂഹ്യ തിന്മയിലെ ഒരു ചെറിയ അംശം പ്രവാചകന്റെ ഭാഗത്തുണ്ടാവും എന്ന് പറഞ്ഞാൽ സാമൂഹ്യ അസമത്വത്തിന്റേതായ നിർമ്മാർജ്ജനത്തിനുള്ള ഒരു ശ്രമത്തിന് ചെറിയൊരു ഫോറം. എന്താണെന്ന് ചോദിച്ചാൽ ഖുറൈശി പ്രമുഖരുമായി സംസാരിച്ചുകൊണ്ടിരിക്കെ അന്ധനായ അബ്ദുല്ലാഹിബ്നു ഉമർ കയറി വരുന്നു. നബി തിരുമേനി വേണ്ടത്ര പരിഗണിക്കുന്നില്ല. അശ്രദ്ധ. ഉടനെ 16 നമസ്കാരത്തിന് റക്അത്തുകളുടെ എണ്ണമില്ല. സുബഹി 2, ഒരു 4, അസർ 4, മഗ്രിബ് 3, ഇശ 4 ഇല്ല. സുജൂദിന്റെ റുകൂഇന്റെ വിശദാംശങ്ങളില്ല. സകാത്തിന്റെ നിസാബുമില്ല. അതില്ലാത്ത വിശുദ്ധ ഖുർആനിൽ ഒരു കണ്ണുപൊട്ടന് വേണ്ടി 16 ആയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചത്. ആ ഖുർആന്റെ അനുയായികളായ ജമാഅത്തെ ഇസ്ലാമിക്കാർക്കും സോളിഡാരിറ്റിക്കാർക്കും ഈ രാജ്യത്തെ വിഗ്രഹാരാധന അവസാനിക്കുന്നത് വരെ സാമൂഹ്യ സാമ്പത്തിക സാംസ്കാരിക രാഷ്ട്രീയ പ്രശ്നങ്ങളുടെ ഇടപെടലിൽ നിന്ന് മാറി നിൽക്കാൻ സാധ്യമല്ല. കാരണം വിശുദ്ധ ഖുർആന്റെ രീതിയാണ്. ഇനി രാഷ്ട്രീയ കാര്യം 360 വിഗ്രഹങ്ങൾ വിശുദ്ധ കഅബയിൽ ഇങ്ങനെ ആരാധിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. പ്രവാചകൻ പറഞ്ഞു ആധുനിക ഭാരതീയ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങൾ എന്ന് പറയൂ. നിങ്ങൾക്ക് അറബും അനർബും അധീനപ്പെടും. അഥവാ തൗഹീദിന്റെ രാഷ്ട്രീയ നേട്ടത്തെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞത് 360 വിഗ്രഹങ്ങൾ വിശുദ്ധ കഅബയിൽ പൂജിക്കപ്പെട്ടുകൊണ്ടിരിക്കെ 4 ആരാധനാകർമ്മങ്ങൾ നിർബന്ധമാക്കപ്പെടുന്നതിന് മുമ്പാണ് രാഷ്ട്രീയ വിജയം, തൗഹീദിന്റെ രാഷ്ട്രീയ വിജയത്തെക്കുറിച്ച് പറഞ്ഞത്. അവസാനിപ്പിച്ച പുലരാൻ പോകുന്ന ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ തൗഹീദിൽ അധിഷ്ഠിതമായ രാഷ്ട്രത്തിന്റെ സൽഫലത്തെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞത് ഇതേ വിഗ്രഹാരാധന തുടരുകയാണ്. അല്ലാഹുവാണ് സത്യം. ഈ ദീൻ ഇവിടെ പുലർന്നാൽ വരെ യാത്രാസംഘത്തിന് അള്ളാഹുവിനെയും തന്റെ ആടിനെ വേട്ടയാടുന്ന ചെന്നായിയുമല്ലാതെ മറ്റാരെയും പേടിക്കാതെ സഞ്ചരിക്കാവുന്ന ശാന്തസുന്ദര ഭദ്രമായ ഒരു സമൂഹം ഉണ്ടാകും. അവിടെ വീരപ്പനുണ്ടാവില്ല, നമ്മുടെ MP-മാരും ഉണ്ടാവില്ല എന്നർത്ഥം. അങ്ങനെ ഒരു രാജ്യം ഉണ്ടാകും. അത് ഭാരതീയ ഭാഷയിൽ പറഞ്ഞാൽ പിന്നെ ഒന്നേ പറയാനാണോ പറയേണ്ടത് വേറെ കാര്യം. ഭാരതീയ സാഹിത്യത്തിൽ ഏതായാലും അതുണ്ടാകും. അപ്പോൾ ഇസ്ലാമിന്റെ രാഷ്ട്രീയ സാമൂഹ്യ സാമ്പത്തിക സാംസ്കാരികമായ വശങ്ങളിൽ നിന്ന് തൗഹീദിലെ ഭൂമികയിൽ നിന്നുകൊണ്ടുള്ള ഇടപെടലുകൾ നടത്തിയത് ബഹുദൈവാരാധന വിശുദ്ധ കഅബയിലും പരിസര പ്രദേശം നിലനിൽക്കവെയാണ്. അതിനാൽ ഈ രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയിലെ തിന്മദാരിദ്ര്യത്തിനെതിരെ, സാമൂഹ്യ മേഖലയിലെ തിന്മക്കെതിരെ, സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലെ തിന്മക്കെതിരെ
ഇവർക്കെതിരെ ഇടപെടുവാൻ ഖുർആൻ അനുയായികൾ ബാധ്യസ്ഥരാണ്. അവർക്കത് നിർബന്ധമാണ്. ഈ നിർബന്ധ ബാധ്യത ഒഴിഞ്ഞു മാറാൻ കഴിയാത്തത് കൊണ്ടാണ് ഈ രാജ്യത്ത് ഇത്തരം കാര്യങ്ങൾ ഇടപെടുന്നത്. ചെറിയ ന്യൂനപക്ഷത്തിന് ഗുണം കിട്ടി മഹാഭൂരിപക്ഷത്തെ കടപ്പാടങ്ങളിൽ നിന്ന് പിഴുതെറിയുന്ന എക്സസൈവക്കെതിരെ ഒരു പ്രദേശത്തെ ജനങ്ങളുടെ വളരെ പ്രാഥമിക ആവശ്യമായ കുടിവെള്ളം വിലക്കിക്കൊണ്ട് 3 കിലോമീറ്റർ കുടിവെള്ളത്തിന് തെണ്ടിത്തിരിയുന്ന അവസ്ഥ സൃഷ്ടിക്കുന്നതിനെതിരെയുള്ള സോളിഡാരിറ്റിയുടെ ഇടപെടൽ വിശുദ്ധ ഖുർആൻ അനുയായികളുടെ ഈ രാജ്യത്ത് നടത്തുവാൻ നിർബന്ധമായ ഒരു ബാധ്യത നിർവഹണമാണ്, ഒരു ഉത്തരവാദിത്ത നിർവഹണമാണ്. അതാണ് ഈ രാജ്യം ഒന്നുകൂടി അവരെ കൂടി പറയേണ്ടതുണ്ട്. അത് ഇസ്ലാമിന്റെ വിമോചന വശത്തെ തെളിയിച്ചു കാണിക്കൽ കൂടിയാണ്. അത് ആധുനിക ഇസ്ലാമിക ലോകത്തെ ഇസ്ലാമിക പ്രബോധനം നടത്തുന്ന സമൂഹം നിർവഹിക്കേണ്ട ഉത്തരവാദിത്വം കൂടിയാണ് എന്നാണ്. അതുകൊണ്ടാണ് ഇയ്യങ്കോട് ശ്രീധരനെ പോലെയുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരന് പോലും അതിന്റെ അർത്ഥം മനസ്സിലായി. എന്താ അദ്ദേഹത്തെ മനസ്സിലായതല്ലോ? ഞങ്ങളെപ്പോലുള്ള കമ്മ്യൂണിസ്റ്റ് അദ്ദേഹം പ്രാച്യമടയിൽ വെച്ച് സോളിഡാരിറ്റിയുടെ ചെറുപ്പക്കാർ കൊണ്ടുപോയി കൊടുത്ത അരിയും വെള്ളവും കൊടുക്കവെ പറഞ്ഞു, ഞങ്ങളെപ്പോലുള്ള കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇത് രണ്ടും ഒരേ സമയം സാധ്യമല്ല. സമരവും സഹായവും ജനസേവനവും ഒരേ സമയം സാധ്യമല്ല. ഇസ്ലാമിക ആദർശത്തെ അംഗീകരിച്ച് നിങ്ങൾക്ക് അത് സാധ്യമാവുകയുള്ളൂ എന്ന് പറയാനുള്ള കാരണമാണ്. പക്ഷെ ഇയ്യങ്കോട് ശ്രീധരന് മനസ്സിലായ ചില മതമൗലികമാർക്ക് മനസ്സിലാവുകയില്ല. കാരണം കിതാബുകളുടെ അക്ഷരങ്ങളിൽ തളച്ചിടപ്പെട്ടവർക്ക് ചിലപ്പോൾ അത് മനസ്സിലാകണം എന്നില്ല. അവർ അക്ഷരങ്ങളെ കുറച്ചുകൂടി വിശാലമായ തലത്തിൽ വായിക്കാൻ തുടങ്ങിയാൽ അത് മനസ്സിലാകും. ഇൻഷാ അല്ലാഹ് അവിടേക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ സാമൂഹ്യ ഇടപെടൽ വേണമെന്ന് പറഞ്ഞവർ ഇപ്പോൾ പിരിഞ്ഞുപോയി കുറച്ചെടുക്കാൻ രാഷ്ട്രീയ ഇടപെടൽ കൂടി വേണമെന്ന് പറയുമ്പോൾ കുറച്ചുകൂടി അവർ മുന്നോട്ട് പോകും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് സാമൂഹ്യ ഇടപെടൽ എന്നത് ഒരു ആവശ്യമാണെന്ന് കേരളീയ സമൂഹം ജമാഅത്തിന്റെ വിമർശകന്മാർ മനസ്സിലാക്കിയത് ഇപ്പോൾ അല്പം മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇനി രാഷ്ട്രീയ ഇടപെടൽ കൂടി അനിവാര്യമാണെന്ന് ബോധ്യമാകുമ്പോൾ ഇൻഷാ അല്ലാഹ് കേരളത്തിലെ സംഘടനയുടെ എണ്ണം ഒരു പക്ഷേ കുറഞ്ഞേക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വിശ്വാസത്തിൽ പിഴച്ചുപോയ ഷിയാക്കളുടെ രാഷ്ട്രമായ ഇറാനിനെയും ഷിയ തീവ്ര ഗ്രൂപ്പായ ലബനാനിലെ ഹിസ്ബുള്ളയെയും പിന്തുണക്കുന്ന ജമാഅത്തെ ഇസ്ലാമി ഷീസത്തെ ശരിവെക്കുകയല്ലേ ചെയ്യുന്നത്? പിന്നെ എന്ത് തൗഹീദാണ് ജമാഅത്ത് പറയുന്നത്? ഈ ചോദ്യത്തിൽ 2-3 പ്രശ്നങ്ങളുണ്ട്. അതിൽ ഒന്ന് ചില പ്രസ്താവനകൾ വിശ്വാസത്തിൽ പഴിച്ചുപോയ ഷിയാക്കൾ, അതൊരു പ്രസ്താവനയാണ്, ഒരു വസ്തുതയായി കൊണ്ട് സമർത്ഥിക്കുക. അതേമാതിരി ഷിയാക്കൾ തീവ്രവാദികളാണ്. അങ്ങനെ 2 വസ്തുതാപരമായ സ്റ്റേറ്റ്മെന്റുകൾ അതിലുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇത് രണ്ടും ശരിയാണ് എന്നാണ് ഞങ്ങൾ സമ്മതിക്കുക. തൽക്കാലം ഷിയാക്കൾ വിശ്വാസത്തിൽ പഠിച്ചവരാണ്. ഇന്ന് തത്വത്തിൽ ഇവിടെ സലഫി സുഹൃത്തുക്കൾ കേരളത്തിലുടനീളം ഒരൊറ്റ ഷിയയും ജീവിച്ചിരിക്കുന്നില്ലാത്ത കേരളത്തിലെ ഗ്രാമങ്ങളിൽ മൈക്ക് വെച്ച് കെട്ടി ഷിയാക്കളെ പറ്റിക്കുന്ന ഘോരഘോരം പ്രസംഗിച്ച് അവർ വിശ്വാസത്തിൽ പഠിച്ചവരാണ്. അതവിടെ നിൽക്കട്ടെ. ഇവിടെ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാഴ്ചപ്പാടുണ്ട്. 2 ശക്തികൾ തമ്മിൽ ഏറ്റുമുട്ടുകയാണെങ്കിൽ അതിൽ ഒരു വിഭാഗം മർദ്ദിതരാണ് എങ്കിൽ ആ മർദ്ദിതരുടെ പക്ഷത്ത് നിൽക്കുന്നതിന് അവരുടെ വിശ്വാസം പരിഗണിക്കേണ്ട കാര്യമുണ്ടോ എന്ന മൗലികമായ ചോദ്യമാണ്. ഇതൊരു മൗലികമായ ചോദ്യമാണ്. 2 ശക്തികൾ തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. ഈ ഏറ്റുമുട്ടുമ്പോൾ അതിൽ മർദ്ദിതരാണ് ഒരു വിഭാഗം എങ്കിൽ ആ വിഭാഗത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നതിന്, അല്ലെങ്കിൽ ഒരു വിഭാഗം താരതമ്യേന മെച്ചമാണ്, മറ്റവരേക്കാൾ അപകടം കുറഞ്ഞവരാണ് എങ്കിൽ അപകടം കൂടിയവരുടെ പക്ഷത്ത് നിൽക്കാതെ അപകടം കുറഞ്ഞവരുടെ പക്ഷത്ത് നിൽക്കുവാൻ അവരുടെ വിശ്വാസം പരിഗണിക്കേണ്ടതുണ്ടോ എന്ന മൗലികമായ ഒരു ന്യായ സമീപനമാണ്. ഈ വിഷയത്തിൽ ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിൽ ജമാഅത്ത് ഇസ്ലാം മനസ്സിലാക്കുന്ന ആ വിഷയത്തിൽ മർദ്ദിതന്റെ ആദർശം പരിഗണിക്കേണ്ട കാര്യമില്ല. മർദ്ദിതനാരോ എന്ന് നിർണ്ണയിക്കപ്പെട്ടാൽ മതി. ആ അടിസ്ഥാനത്തിൽ ഇൻ കേസ് അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു സംഘർഷം ഉണ്ടാകുന്നു എന്ന് വെക്കുക, അല്ലെങ്കിൽ അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നു എന്ന് വെക്കുക, ഇവിടെ ഒരൊറ്റ കാര്യം നിർണ്ണയിച്ചാൽ മതി. ഈ വിഷയത്തിൽ ഇറാൻ യഥാർത്ഥത്തിൽ മർദ്ദിതനാണോ, ഇറാനെ അമേരിക്ക ആക്രമിച്ചത് ശരിയോ തെറ്റോ? ഒന്നുകിൽ സലഫി സുഹൃത്തുക്കൾ പറയുക അത് ശരിയാണ്, അതുകൊണ്ട് ഞങ്ങൾ അമേരിക്കയുടെ പക്ഷത്ത് നിൽക്കുന്നു എന്ന് പറയുക, അല്ലെങ്കിൽ അത് തെറ്റാണ് എങ്കിൽ ആ തെറ്റിനെതിരെ ഷിയാക്കളുടെ പക്ഷത്ത് നിൽക്കുവാൻ അവരുടെ ആദർശം പരിഗണിക്കേണ്ട കാര്യമുണ്ടോ? ജമാഅത്ത് ഇസ്ലാം പറയുന്നു, സലഫി സുഹൃത്തുക്കൾ പറയുന്നത് മാതിരി ഷിയാക്കളുടെ ആദർശം തെറ്റാണെങ്കിലും അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അതിൽ ശരി ഇറാന്റെ പക്ഷത്താണ്. അതുകൊണ്ട് ഇറാന്റെ പക്ഷം നിലയുറപ്പിക്കുവാൻ ഇറാന്റെ ആദർശം നോക്കേണ്ട കാര്യമില്ല. ഇതാണ് മൗലികമായ പ്രശ്നം. ഉദാഹരണത്തിന് വിയറ്റ്നാം പ്രശ്നമുണ്ടായി. വിയറ്റ്നാം പ്രശ്നമുണ്ടാകുമ്പോൾ യഥാർത്ഥത്തിൽ തന്നെയുള്ള മതനിഷേധികളും നിരീശ്വരവാദികളുമായ കമ്മ്യൂണിസ്റ്റുകളായിരുന്നു അവിടെ. പക്ഷേ യഥാർത്ഥത്തിൽ വിയറ്റ്നാമിൽ അമേരിക്ക പ്രവേശിച്ച് ശരിയോ തെറ്റോ
തെറ്റോ തെറ്റാണ് എങ്കിൽ അവിടെ ശരിയുടെ പക്ഷത്ത് നിൽക്കുവാൻ നിങ്ങളുടെ ആദർശവും കമ്മ്യൂണിസ്റ്റ് നമുക്ക് വിഷയമല്ല. ഇതാണ് യഥാർത്ഥത്തിൽ മാനുഷികമായ നീതിയുടെ കാഴ്ചപ്പാട്, ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഇതിന് ഉദാഹരണങ്ങളുണ്ട്. ഏറ്റവും വലിയ ഉദാഹരണം പ്രവാചകൻ തന്നെയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് റൂമിന്റെ തുടക്കത്തിൽ തന്നെ ഈ ആയത്ത് പറഞ്ഞ് വെറുതെയല്ല, കാരണം ഇത്തരം ചർച്ചകൾ പിന്നീട് ലോകത്തുണ്ടാകുമെന്ന് പറഞ്ഞവരാണ് ഏറ്റവും നന്നായി അറിയാം. റോമും പേർഷ്യനും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. റോമും പേർഷ്യനും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായപ്പോൾ റോമിന്റെ ആദർശത്തിന്റെ ശുദ്ധി കൊണ്ടാണോ പ്രവാചകന്റെ പേരിൽ സഹാബാക്കൾ റോമിനെ വിളിച്ചത്? എന്തായിരുന്നു റോമിന്റെ ആദർശം? പേർഷ്യയുടെ ഷിയാക്കളുടെ ആദർശത്തെക്കാൾ ഇന്നിവർ പറയുന്ന പിഴവ് അംഗീകരിച്ചാൽ തന്നെ, ഷിയാക്കളുടെ ആദർശത്തിലെ പിഴവ് അംഗീകരിച്ചാൽ തന്നെ ആ ആദർശത്തിലെ പിഴവുമായിട്ട് അകൽച്ചയേക്കാൾ എത്രയോ കാലം മറന്ന മറിയമിന്റെ മകൻ മിശിഹ തന്നെയാണ് ദൈവം എന്ന് പറഞ്ഞവർ കുഫ്രിന്റെ മാർഗമാണ് സ്വീകരിച്ചിരിക്കുന്നത്. അല്ലാഹു മൂന്നിൽ ഒന്നാണ് എന്ന ത്രിയേകത്വവാദം ഉയർത്തിപ്പിടിച്ചവർ കുഫ്രിന്റെ മാർഗമാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമായ വിശുദ്ധ ഖുർആൻ പറഞ്ഞ റോമാ സാമ്രാജ്യവും പേർഷ്യൻ സാമ്രാജ്യം ഏറ്റുമുട്ടലുണ്ടായപ്പോൾ റോമിന്റെ പക്ഷത്ത് നിന്ന പ്രവാചകന് പിന്നെ തൗഹീദ് പറയാൻ എന്താണ് അർഹത എന്ന് മുഹമ്മദ് നബിയോട് ഈ ആളുകൾ അന്ന് ജീവിച്ചിരുന്നെങ്കിൽ ചോദിക്കുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ചോദിക്കാമൻ മുഹമ്മദ് നബിയോട്, പ്രവാചകരെ താങ്കൾക്ക് തൗഹീദ് പറയാൻ എന്താണ് അർഹത? താങ്കൾ ആരെയാണ് സഹായിച്ചിരിക്കുന്നത്, സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്? വലിയ യേശുവിനെയും മറിയത്തിനെയും വിഗ്രഹങ്ങളുണ്ടാക്കി പൂജിക്കുന്ന റോമാ സാമ്രാജ്യത്തെ, ഈ റോമാ സാമ്രാജ്യത്തെ പിന്തുണച്ച് താങ്കൾക്ക് തൗഹീദ് പറയാൻ എന്താണ് അവകാശം? ആ പിന്തുണച്ചുകൊണ്ട് തന്നെ പ്രവാചകൻ തൗഹീദ് പറഞ്ഞില്ലേ? എന്തുകൊണ്ട്? അവിടെ റോമിന്റെ പക്ഷത്തായിരുന്നു താരതമ്യേന ശരി അല്പം അപകടം കുറഞ്ഞ ഗ്രൂപ്പ് റോമാണ്, അപകടം കൂടിയ ഗ്രൂപ്പ് പേർഷ്യയാണ്. അപകടം വലിയ അപകടത്തിനെതിരെ ചെറിയ അപകടത്തെ പിന്തുണയ്ക്കാം. ഇതാണ് പ്രശ്നം. രണ്ട് ശക്തികളും ഏറ്റുമുട്ടുകയാണെങ്കിൽ ഒന്ന് വലിയ അപകടമാണെങ്കിൽ വലിയ അപകടത്തെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി ചെറിയ തിന്മയെ പിന്തുണയ്ക്കാം. 2006 കേരളത്തിലെ ഇലക്ഷനിൽ പോലും ജമാഅത്ത് ഇസ്ലാമി ഇടതുപക്ഷത്തിന് വോട്ട് ഇതേ കാഴ്ചപ്പാട് തന്നെയാണ്. വലിയ അപകടത്തെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി ചെറിയ അപകടത്തെ പിന്തുണയ്ക്കാം. അപ്പോൾ അവർ ചെറിയ അപകടത്തിന്റെ വക്താക്കളായി മാറുകയാണ് ചെയ്യുന്നത്. ഇടതുപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ ജമാഅത്ത് ഇസ്ലാമി കമ്മ്യൂണിസത്തിന്റെ വക്താക്കളാവുകയല്ല ചെയ്യുന്നത്. ഏതുപോലെ റോമാക്കാർക്ക് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ അവർ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റോമിന്റെ വക്താവുകയല്ല ചെയ്തത്, റോമിന്റെ നടത്തിപ്പുകാരനായി മാറുകയല്ല ചെയ്തത്. ലോകമഹായുദ്ധത്തിൽ ഫാസിസം വളർന്നു വന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം സോവിയറ്റിന് ശക്തമായി എതിർത്തിരുന്നതാണ് മുതലാളിത്തം, ബ്രിട്ടന്റെയും അമേരിക്കയുടെയും മുതലാളിത്തം. പക്ഷേ ലോകമഹായുദ്ധത്തിൽ മറുഭാഗത്ത് ജർമ്മനിയുടെ ഫാസിസം വളർന്നു വന്നപ്പോൾ ഫാസിസമാവുന്ന വലിയ അപകടത്തെ ചെറുക്കുവാൻ വേണ്ടി നാളിതുവരെ അവർ എതിർത്തിരുന്ന മുതലാളിത്ത ചേരിയിൽ സോവിയറ്റ് യൂണിയൻ നിലനിർത്തിച്ചില്ലേ? ഇത് സോവിയറ്റ് യൂണിയന്റെ വൈരുദ്ധ്യമാണോ ആദർശ വ്യതിയാനമാണോ? അല്ല. അക്കാരണം കൊണ്ട് തന്നെ സോവിയറ്റ് യൂണിയൻ മുതലാളിത്തം നടപ്പുകാരായി മാറിയില്ല. ഇത് ബുദ്ധിയുള്ള ബോധമുള്ള മുഴുവൻ ആളുകളും ചെയ്യുന്ന ഒരു കാര്യമാണ്. രണ്ട് ശക്തികൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു. ഒരു ശക്തി വലിയ തിന്മയാണെങ്കിൽ മറുഭാഗത്ത് വലിയ തിന്മയെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി താൽക്കാലികമായ നയം എന്ന നിലയ്ക്ക് ആദർശപരമായ വിയോജിപ്പ് വെച്ചു പുലർത്തിക്കൊണ്ട് തന്നെ നയപരമായി പിന്തുണയ്ക്കുക. ഇതാണ് പ്രശ്നം. ഈ നയപരമായി പിന്തുണച്ചതിന്റെ പേരിൽ ആദർശം ബലികൊടുക്കേണ്ട കാര്യങ്ങൾ ആദർശപരമായ വിയോജിപ്പ് ഉപേക്ഷിക്കാതെ തന്നെ, കമ്മ്യൂണിസത്തോട് ആദർശപരമായ വിയോജിപ്പ് ഉപേക്ഷിക്കാതെ തന്നെ ഇന്നത്തെ ഭീകര മുതലാളിത്തത്തെ പരാജയപ്പെടുത്തുവാൻ ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കാം. അതിന്റെ പേരിൽ കമ്മ്യൂണിസത്തോട് ആദർശപരമായി മാറ്റിവെക്കേണ്ട കാര്യമില്ല. മറുഭാഗത്ത് റോമാ സാമ്രാജ്യത്തെ പിന്തുണയ്ക്കുന്നതിനോ അവരുടെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനോ അവരുമായിട്ടുള്ള ആദർശപരമായ വ്യത്യാസം മാറ്റിവെക്കേണ്ട കാര്യമില്ല. വൈരുദ്ധ്യമല്ല, അത് ആദർശപരമായ നിലപാട്, ഇത് താൽക്കാലികമായ നയപരമായ നിലപാട്. ഇത് തന്നെയാണ്. അപ്പൊ ഇത് ഈ അർത്ഥത്തിൽ ഷിയാക്കൾക്കെതിരെ നാളെ ഇറാനെതിരെ ഒരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ എന്ത് നിലപാട് സ്വീകരിക്കണം? ഷിയാക്കൾക്കെതിരെ ഒരു ആക്രമണവും ഇറാനെതിരുണ്ടായാൽ സലഫി സുഹൃത്തുക്കൾ എന്ത് നിലപാട് സ്വീകരിക്കും? എന്ത് നിലപാട് സ്വീകരിക്കും? ഇസ്ലാമിന്റെ നിലപാട് സ്വീകരിക്കുമോ? അതല്ല, ഷിയാക്കൾ ആദർശപരമായി വളരെ മോശമായ ആളുകളാണ്, അതുകൊണ്ട് അവർ നശിപ്പിക്കപ്പെടേണ്ടവരാണ് എങ്കിൽ പിന്നെ കൂടുതൽ ആദർശപരമായി യോജിച്ചവർക്ക് അമേരിക്കയുമായിട്ടാകണമല്ലോ. അങ്ങനെയാണോ എന്നവർ ആലോചിക്കണം. ഇവർക്ക് കൂടുതൽ ആദർശപരമായി യോജിപ്പുള്ളത് അമേരിക്കൻ സാമ്രാജ്യത്വമായിട്ടാണോ, യഹൂദരുമായിട്ടാണോ, സിയോണിസവുമായിട്ടാണോ, ഇസ്രായേലുമായിട്ട് ഏറ്റുമുട്ടുന്ന ഹിസ്ബുള്ള